ഏതായാലും കുറേ പേര് മുന്നോട്ട് വന്നിരുന്നിട്ട് സന്തോഷമുള്ള കാര്യമാണ്. ഇനി വളരെ ശ്രദ്ധയോടെ കേൾക്കണം. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എഴുതിയെടുക്കുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. ഒരു നോട്ടൊക്കെ കയ്യിൽ വെച്ചിട്ട് വേണമെങ്കിൽ നോട്ട് ബുക്ക് എഴുതി വെക്കാം. ഇനി ഏറ്റവും നല്ല നോട്ട് ബുക്ക് ഏതാ? ബ്രെയിനാണ് അല്ലേ? ഏറ്റവും നല്ല നോട്ട്ബുക്കാണ് ബ്രെയിൻ. അതുപോലെ തന്നെ എന്തും എഴുതി വെക്കാം, അതിന് പോവില്ല. അപ്പോൾ ബ്രെയിനിൽ വേണമെങ്കിൽ ബ്രെയിനാകുന്ന നോട്ട്ബുക്ക് അവിടെ എഴുതി വെച്ചാൽ അത് തന്നെ എഴുതുമ്പോൾ അവിടെ ഉണ്ടാകണം, സേവ് ചെയ്യാൻ വന്നവർ. ഇനി 25 കൊല്ലം കഴിഞ്ഞ് ഞാൻ ചോദിച്ചാൽ നിങ്ങളോട് ഞാനിപ്പോൾ പറയുന്നത് കൃത്യമായിട്ട് ഓർത്ത് പറയാൻ കഴിയണം. മനസ്സിലായോ? ഒരു 25 കൊല്ലം കഴിഞ്ഞ് വീണ്ടും ഞാൻ ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഇന്ന് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയണം. ആ രീതിയിൽ നിങ്ങൾക്ക് എഴുതി വയ്ക്കാൻ പറ്റിയ നോട്ട്ബുക്കിന്റെ പേരാണിത്, നിങ്ങളുടെ തലച്ചോറ്. അപ്പോൾ അവിടെ എഴുതി വെച്ചാലും മതി. എന്തായാലും പഠിക്കണം. ഭാഗവതത്തിനുള്ളതാണ്, പഠിക്കാനുള്ളതാണ്. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് പറയാം. കപിലോപദേശമാണ് പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ പേരെങ്കിലും പറയാൻ പറ്റണ്ടേ? എന്താണ് കേട്ടത് ചോദിച്ചാൽ എന്ത് പറയണം? കപിലോപദേശമാണ് ഞാൻ കേട്ടത്, അത്രയെങ്കിലും പറയാൻ കഴിയും. എന്താ കേൾക്കുന്നത്? കപിലോപദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കപിലോപദേശം കുറച്ചും കൂടി ചെറുതാക്കിയിട്ട് ആവിരം എന്ന് പറയാം. രണ്ടും ഒന്ന് തന്നെയാണ്. ആവിരം എന്ന് പറയാം, അല്ലെങ്കിൽ കപിലോപദേശം എന്ന് പറയാം. അതാണ് ഇനി കേൾക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം? ഭഗവാനാണ് ഭഗവാനെ പറ്റി പറയാറ്. അപ്പൊ ആരായിരുന്നു ഈ കപിലവാസുദേവൻ എന്നാണ് ഒരു ശ്ലോകത്തിൽ ആര് പറയുന്നത്? അമ്മയായ ദേവഹൂതി പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണേ. ലോകസ്യ വിദ്യാഭിമതേഹേ അചക്ഷുഷഃ ചിരൻ പ്രസുപ്തസ്യ തമസി അനാശ്രയേ ശാന്തസ്യ കർമ്മസു അനിവിദ്യയാ ധിയാ ത്വം അവിലാസീഹി ഇല യോഗഭസ്കരഃ. ഒരു ശ്ലോകം ചൊല്ലിയാൽ കൃത്യമായിട്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയണ്ടേ? കൃത്യമായിട്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. വെറുതെ ശ്ലോകം ചൊല്ലിയതുകൊണ്ട് കാര്യമില്ല. എന്താണ് ഇതിന്റെ അർത്ഥം? ലോകസ്യ, ലോകസ്യ പറഞ്ഞാൽ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ പറ്റി പറയാം. അവർക്ക് എങ്ങനെയുള്ളവരാണ്? വിദ്യാഭിമതേഹേ, വിദ്യാഭിമതേഹേ ലോകസ്യ. വിദ്യാഭിമതേഹേ പറഞ്ഞാൽ എന്താ? വിദ്യാഭിമാനമാണ് ഈ ലോകത്തിൽ മിക്കവാറും നമുക്കൊക്കെ ഉള്ളത്. മനുഷ്യർക്കുള്ളത് വിദ്യാഭിമാനമാണ്. എന്താ ഈ വിദ്യാഭിമാനം എന്ന് പറഞ്ഞാൽ? ശരീരമാണ് ഞാൻ എന്ന് ഞാൻ വിചാരിക്കും. ഈ മനുഷ്യരായ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? ഞാൻ 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 എന്ന് പറയാറില്ലേ? ഒരു ദിവസം 100 തവണ പറയും ഞാൻ 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 എന്ന് പറയുമ്പോഴൊക്കെ നമ്മളുടെ അഭിമാനം എന്താണ്? ദേഹമാണ് ഞാൻ, ശരീരമാണ് ഞാൻ എന്നാണ് മിക്കവാറും മനുഷ്യരുടെ അഭിമാനം. അതുകൊണ്ടാണ് വിദ്യാഭിമതേഹേത്. അത് ശരിയാണോ? ദേഹമാണോ ഞാൻ? ദേഹം എന്ന് പറഞ്ഞാൽ എന്താ? ശരീരം. ശരീരം എന്ന് പറഞ്ഞാൽ എന്താ? ദേഹം. എന്താണ് ഇത്? കുറെ മാംസം കൂട്ടിവെച്ചതല്ലേ? കുറെ മാംസമുണ്ട്, കുറെ എല്ലുണ്ട്, പിന്നെ അതിലൂടെ എന്തൊക്കെയോ കുറെ സാധനങ്ങളുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വെച്ച ഒരു സാധനത്തിന്റെ പേരാണ് ദേഹം. ദഹിച്ചു പോകുന്നത് കൊണ്ടാണ് അതിനെ ദേഹം എന്ന് പറയുന്നത്. ക്ഷീണമായി പോകുന്നത് കൊണ്ടാണ് അതിനെ ശരീരം എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ എന്ന് പറഞ്ഞാൽ എന്തല്ല? ദേഹമല്ല, ഞാൻ ആത്മാവല്ലേ? അഹം ബ്രഹ്മാസ്മി എന്നല്ലേ വേദം തന്നെ പഠിപ്പിക്കണമല്ലേ? അപ്പൊ നമ്മൾ ആത്മാവായിട്ട് നമ്മൾ പറയുന്നത് എന്താ? ഞാൻ ഈ ശരീരമാണ് എന്നിങ്ങനെ വെറുതെ തെറ്റായി അഭിമാനിക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു കാലത്ത് കൂടുതലും ഉണ്ടായിരുന്നു. അചക്ഷുഷഃ, കണ്ണില്ലാത്തവരായിരുന്നു. അതെന്താ? മനുഷ്യന്മാർക്കൊന്നും കണ്ണില്ല എന്ന് പറഞ്ഞത്. അചക്ഷുഷഃ പറഞ്ഞാൽ എന്താ? മനുഷ്യർക്കൊന്നും കണ്ണില്ല. അതിന്റെ അർത്ഥം എന്താ? എല്ലാവരും അന്ധന്മാരായിരുന്നു എന്നല്ല. മനുഷ്യന് 3 കണ്ണുകളാണ് സ്വതവേ. ദൈവം പറഞ്ഞത് തെറ്റിപ്പോയോ? മനുഷ്യന്മാർക്ക് 2 കണ്ണല്ലേ ഉള്ളൂ? അല്ല, എല്ലാ മനുഷ്യർക്കും എത്ര കണ്ണുണ്ട്? 3 കണ്ണുണ്ട്. പക്ഷെ നമ്മൾ ഈ പുറമേയുള്ള 2 കണ്ണല്ലേ കാണാറുള്ളൂ. ഈ പുറമേയുള്ള കണ്ണുകൊണ്ട് കാണുന്നതൊന്നും എന്തല്ല? സത്യമല്ല. അത് വളരെ നന്നായിട്ട് മനസ്സിലാക്കുക. മനുഷ്യരായ നമ്മൾ പുറമെയുള്ള ഈ മാംസം കൊണ്ട് നിർമ്മിച്ച ഈ 2 കണ്ണുകൊണ്ട് കാണുന്നതൊന്നും എന്തല്ല? പരമാർത്ഥമല്ല. അല്ല. എന്തൊക്കെ പറഞ്ഞത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്ന ഓരോ വാക്കും മനുഷ്യരായ നമ്മൾ
നമ്മുടെ ഈ രണ്ട് കണ്ണുകളില്ലേ, ഈ കണ്ണ് എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? മാംസം കൊണ്ടുണ്ടാക്കിയതാണ്. അങ്ങനെ മാംസം കൊണ്ടുണ്ടാക്കിയ ഈ രണ്ട് കണ്ണുകളെ കൊണ്ട് മനുഷ്യർ കണ്ട് മനസ്സിലാക്കുന്നതൊന്നും എന്തല്ല? പരമാർത്ഥമല്ല, സത്യമല്ല. അപ്പൊ നമ്മൾ കാണുന്നതൊന്നും എന്തല്ല? പരമാർത്ഥമല്ല, നിൽക്കുന്നു പാരമാർത്ഥികമായ സത്യമല്ല. അപ്പൊ പാരമാർത്ഥികമായ സത്യം അറിയണമെങ്കിൽ നമുക്ക് മൂന്നാമത്തെ കണ്ണ് തുറക്കണ്ടേ? ആ മൂന്നാമത്തെ കണ്ണ് നമ്മുടെ ഉള്ളിലാണ്, അത് അടഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ടാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത് അചക്ഷുഷ, മനുഷ്യർക്കൊന്നും കണ്ണു തുറന്നിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന ആർക്കെയും കണ്ണു തുറന്നിട്ടുണ്ടോ? ചിലപ്പോൾ പറയണ്ട, നമ്മുടെ ഒന്നും കണ്ണു തുറന്നിട്ടില്ല. നമ്മുടെ ഉള്ളിൽ ഒരു കണ്ണുണ്ട്, അത് ആര് തുറക്കും? ആശാൻ ബാല്യത്തിലെത്തണം. അത് പഴമക്കാരൊക്കെ പ്രാർത്ഥന ചൊല്ലാണ് അല്ലെ? എന്തിനാ ആശാൻ ബാല്യത്തിലെത്തുന്നത്? അകക്കണ്ണു തുറപ്പിപ്പാൻ ആശാൻ ബാല്യത്തിലെത്തണം. അകക്കണ്ണ് തുറന്നു കിട്ടണം ചെയ്യുന്നത് കപിലാവതാരത്തിലൂടെ ഭഗവാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കപിലോപദേശം ശരിക്കും എന്ന് കേട്ടാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ഉള്ളിലുള്ള ആ മൂന്നാമത്തെ കണ്ണ്, ജ്ഞാനമാകുന്ന കണ്ണ് ശരിക്കും കൊണ്ട് തുറക്കും. എന്നിട്ട് നമ്മൾ ശരിയായ സത്യം എന്താണോ അതേ നമുക്ക് തന്നെ. ഇങ്ങനെ ഉറങ്ങാനുള്ളതല്ല ജീവിതം. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്? അല്ലെ? ചിരം പ്രസുപ്തസ്യ, ലോകം മുഴുവനും ഇങ്ങനെ വലിയ ഉറക്കത്തിലായിരുന്നു. ആ ഉറക്കത്തിലുള്ള ആൾക്കാരെയൊക്കെ ഉണർത്താൻ വേണ്ടിയാണ് ആര് വന്നത്? അറിയൂ, കപില വാസുദേവർ വന്നത്. ആ ഭഗവാന്റെ പേര് മറക്കരുത്. നമുക്ക് ശ്രീകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ കുറേശ്ശൊക്കെ മനസ്സിലാവും. അഭിനൻ കപിലൻ എന്ന് പറഞ്ഞാൽ അത്ര അറിയില്ല. അതെന്താ കാരണം എന്നറിയാം. ആരാ എനിക്കറിയാം കേട്ടോ. ഭഗവാൻ അടുത്ത കാലത്ത് അവതരിച്ചതാണ് കൃഷ്ണനായിട്ട്. അടുത്ത കാലത്താണ് അധികമായിട്ട്. പക്ഷെ കപിലനായിട്ട് അവതരിച്ചത് എത്രയോ കാലങ്ങൾക്ക് മുമ്പായതുകൊണ്ടാണ് നമുക്ക് കപിലമൂർത്തിയായ ഭഗവാന്റെ കഥകളൊന്നും അധികം അറിയാത്തത്. അടുത്ത കാലത്തുള്ള കാര്യമേ നമ്മൾ അറിയുള്ളൂ. ഏതായാലും ഭഗവാൻ കപിലനായിട്ട് അവതരിച്ച് ശാന്തസ്യ കർമ്മസു അനിവിദ്ധയാ ധിയ ശാന്തസ്യ, ആൾക്കാർ മുഴുവൻ ശാന്തന്മാരായിട്ട് ഇരിക്കുകയാണ്. ശാന്തൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരുപാട് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടൊക്കെ കഷ്ടപ്പെട്ട് അങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നവരെയാണ് സംസ്കൃതത്തിൽ എന്താ പറയാ? ശാന്തൻ എന്ന് പറയാ. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇതിന്റെ കർമ്മസു അനിവിദ്ധയ, എപ്പോഴും പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്ത് മനുഷ്യരൊക്കെ ക്ഷീണിച്ച് പരവശനായിരിക്കുന്നതാണ് ആര് കണ്ടത്? അറിയൂ, ആരാ കണ്ടത്? എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവും. ഞാൻ വെറുതെ പറഞ്ഞിരുന്ന കാര്യം ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണം. ആരാത് കണ്ടത്? ഭഗവാനല്ലേ കണ്ടത്. ഭഗവാനാണ് നോക്കുകയാണ്. ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭൂമിയിലേക്ക് നോക്കും. ഇപ്പോഴും നോക്കുന്നുണ്ട്. ഇപ്പൊ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആര് കാണുന്നുണ്ട്? ഭഗവാൻ കാണുന്നുണ്ട്. എന്നാൽ പിന്നെ ഗുരുവായൂരപ്പൻ അങ്ങോട്ട് അവതരിച്ചു വന്നിട്ട് ഈ നാടൊക്കെ അങ്ങോട്ട് നന്നാട്ടെ. അതാണ് പണ്ട് ഒരു കഥ വായിച്ചിരുന്നത്. ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വെയിറ്റ്സ്. ഇംഗ്ലീഷിലാണ് വായിച്ചു. എന്താണ് കഥ? നല്ല രസമുള്ള കഥയാണ്. ഗോഡ് സീസ് ദ ട്രൂത്ത് എന്താ അർത്ഥം? ഈശ്വരൻ സത്യം കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഒരു കോമയാണ്. ഗോഡ് സീസ് ദ ട്രൂത്ത്, അതായത് ഈശ്വരൻ സത്യം കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു കോമയുണ്ട്. ബട്ട് എന്നാൽ എന്താ ഈശ്വരൻ? അത് വരാറുണ്ട്. പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്ത് ചോദ്യം ചോദിച്ചാലും വളരെ കൃത്യമായ മറുപടിയാണ് വരുന്നവർക്ക് കിട്ടുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു സംവിധാനം ഉണ്ടോ? ഇല്ല. നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ അതിന് കൃത്യമായൊരു മറുപടി നമുക്ക് കിട്ടണ്ടേ? അകപ്പാടെ കയ്യിലുള്ളതൊരു ഗൂഗിളെ എന്ന് വിളിച്ചിട്ട് അവരോട് വല്ലതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യും? അവൻ നമുക്ക് മറുപടിയൊക്കെ തരും. അപ്പൊ ഇന്ന് നമുക്ക് ആകപ്പാടെ കിട്ടാനുള്ളത് ആരാണ്? ചോദ്യം ചോദിക്കാൻ ഒരു ഗൂഗിളമാവൻ. അയാളോട് ചോദിച്ചാൽ അയാളുടെ വിവിധ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി തരൂല്ലേ? പക്ഷേ ഈ കപിലവാസുദേവനായിട്ട് ഭഗവാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചോദിക്കുവാൻ ആരുമില്ലായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ
ആൾക്കാരോ നോക്കി ഉത്തരം കിട്ടുന്നൊരു സ്ഥലമുണ്ട് എന്നുകൊണ്ട് ആൾക്കാർ ഒന്ന് ചോദിക്കല്ലോ അല്ലെ. ഒരുപാട് പേര് ഭഗവാനോട് അന്നങ്ങളുടെ പിന്നാലെ പോയ എന്താ ഉണ്ടാവുക? പൂരിത്തിലാണെങ്കിൽ 6 ആൾക്കാർ എന്തിനാ ഇരിക്കേണ്ടത്? വെളിച്ചത്തിലല്ല. ലോകത്തിൽ വെളിച്ചമില്ല. നമ്മളൊരു വൈദ്യുതി വന്നില്ല. അതെന്തിനെ പറ്റും? ഈ വൈദ്യുതിയുടെ വെളിച്ചം ഒന്നിനും പറ്റില്ല. ഈ വൈദ്യുതിയുടെ വെളിച്ചം നല്ലതും മനസ്സിലാവേണ്ട. ഈ വൈദ്യുതിയുടെ വെളിച്ചം കൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഇത് പ്രയോജനമില്ല. വെളിച്ചം വേണ്ടത് പുറത്തല്ല. എവിടെയാണ് വേണ്ടത്? ബൽബകത്തിടാൻ പറ്റുമോ? എനിക്കറിയില്ല, ഞാൻ തോന്നിച്ചു. അപ്പൊ വെളിച്ചം വേണ്ടത് പുറത്തല്ല, വെളിച്ചം വേണ്ടത് അകത്താണ്. മനുഷ്യന് വെളിച്ചം വേണ്ടത് അകത്താണ്. മനുഷ്യന് സൗന്ദര്യം വേണ്ടത് എവിടെയാണ്? പുറത്താണോ അകത്താണോ? പുറത്താണല്ലേ? പുറത്താ വേണ്ടത്. അതാണ് ആൾക്കാരുടെ ബ്യൂട്ടി പാർലർ പോകുന്നത്. സൗന്ദര്യം ഉണ്ടാകാൻ വേണ്ടി ആൾക്കാരോ എങ്ങോട്ടാ പോണത്? എവിടേക്കാണ് പോണത്? ബ്യൂട്ടി പാർലറിൽ പോവുകയാണല്ലേ. അത് പുറമേയല്ലേ സൗന്ദര്യം കൂട്ടി തരുള്ളൂ. പക്ഷെ പുറമേയുള്ള സൗന്ദര്യം കൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഒരു പ്രയോജനവുമില്ല. സൗന്ദര്യം എവിടെ ഉണ്ടാവേണ്ടത്? മനുഷ്യന് അകത്താണ്. മനസ്സല്ലേ ഉണ്ടാവേണ്ടത്. അല്ല, മനസ്സ് കുറച്ച് വേഷമാണ്. പുറത്ത് നല്ല വേഷമൊക്കെ കെട്ടി വെക്കും. എന്താ കാര്യം? ഒരു കാര്യമില്ല. അതുകൊണ്ട് ഈ പുറമെ നന്നാക്കാനല്ല വേണ്ടത് എന്ന് ഇന്ന് ലോകം മുഴുവൻ ചെയ്യുന്നത് ബാഹ്യമായ മോടി പിടിപ്പിക്കലാണ്. ഈ ബാഹ്യമായ മോടി പിടിപ്പിക്കുന്നത് കൊണ്ട് വലിയ ഗുണം നാട്ടുകാർക്കും ഇല്ല, നാടിനുമില്ല, ആർക്കുമില്ല. അപ്പൊ ഭഗവാൻ പറയുന്നു, മോടി പിടിപ്പിക്കേണ്ടത് എവിടെയാണ്? നിങ്ങളുടെ മനസ്സിനെയാണ് ശുദ്ധമാക്കേണ്ടത്, സുന്ദരമാക്കേണ്ടത്. അതാണ് ദേവഹൂതിയുടെ മനസ്സിനെ ഭഗവാൻ സുന്ദരമാക്കുന്നത് കണ്ടുള്ളൂ. ദേവഹൂതിയുടെ ബുദ്ധിയെ ഭഗവാൻ എങ്ങനെയാണ് സുന്ദരമാക്കിയത് നിങ്ങൾക്കറിയണ്ടേ? ആ അമ്മ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഭഗവാൻ നല്ല നല്ല മൊഴിമുത്ത് പോലെയുള്ള മറുപടികളാണ് കൊടുത്തത്. എല്ലാം പറയാനുള്ള സമയമില്ല. ഉറങ്ങുമ്പോ ഉറക്കം വരുമ്പോ കിടക്കാൻ ഇത്രയൊക്കെ ആവശ്യമില്ല. ഒരു വന്നിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? അഭിനവോപദേശത്തിലെ ഓരോ ശ്ലോകം നമുക്ക് വിസ്തരിച്ച് 365 ദിവസം കൊണ്ട് പറഞ്ഞാൽ ഒരധ്യായം തീരുമാനിച്ചു പോകുന്നത് അറിയുണ്ടാവുള്ളൂ. അത്രയും പറയാനുണ്ട്. ഞാനിപ്പോൾ അരമണിക്കൂർ കൊണ്ട് അതിനെ വളരെ ചുരുങ്ങിയ ഒരു ഭാഗം മാത്രമേ പറയുന്നുള്ളൂ. ഒരു കാര്യം ചെയ്യും. യോഗം എന്താണെന്ന് ചോദിച്ചിരുന്നു ഭഗവാനോട് ചോദിച്ചിരുന്നു. ദേവഹൂതി യോഗം എന്താണ്? അത് പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഒന്ന് കേട്ടാൽ യോഗം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, യോഗസ്യ ലക്ഷണം ഭക്ഷേ സവീരസ്യ പത്മനേ മനോയേനൈവ വിധിന പ്രസന്നം വ്യാധി സൽപഥം. കഥ പറഞ്ഞില്ലേ? ഉള്ളാണ് നന്നാക്കേണ്ടതെന്നല്ലേ? സൗന്ദര്യം വേണ്ടത് നമ്മളുടെ മനസ്സിനാണ്. അപ്പൊ നമ്മുടെ മനസ്സിനെ സുന്ദരമാക്കാനുള്ള വഴിയുടെ പേരാണ് യോഗം. എന്താ ചെയ്യാൻ പോണത്? നമ്മളുടെ മനസ്സിനെ സുന്ദരമാക്കാൻ പോവുകയാണ്. ഭഗവാൻ പറഞ്ഞു, മനോ ഏനൈവ വിധിന പ്രസന്നം യാതി സൽപഥം. മനസ്സ് പ്രസന്നമായി തീരും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മുടെയൊക്കെ മനസ്സ് പ്രസന്നമാണോ? എന്താണ് ഇല്ലാത്തത്? ഇവിടെ ഇരിക്കുന്ന നമ്മളുടെയൊക്കെ മനസ്സ് പ്രസന്നമാണോ? അല്ലേ അല്ല. അങ്ങനെ തിരിക്ക് മനസ്സിലായത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓരോരോ മനുഷ്യന്മാരെ കണ്ടാൽ തന്നെ ഒരാളെ 5 മിനിറ്റ് കണ്ടാൽ മതി. ഒരാളെ 5 മിനിറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മനസ്സ് പ്രസന്നമാണോ അല്ലയോ. അതിനകത്ത് അതിനൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. അതിനൊരു ബുദ്ധിയൊന്നും വേണ്ട. ഞാൻ നോക്കിയിട്ട് ഇവിടെ നിന്ന് പ്രസന്നമായ മനസ്സുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല. 2 ദിവസമായില്ലേ യാത്ര വന്നിട്ട്. പ്രസന്നമായ മനസ്സുള്ള ആരെയും കാണാനില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. പ്രസന്നമായ മനസ്സുള്ളവരെ ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ വന്ന് 2-3 ദിവസം കഴിഞ്ഞിട്ടും മനസ്സ് പ്രസന്നമായ ഒരൊറ്റയാളി ഇവിടുന്ന് കാണാനില്ല. അപ്പൊ നമ്മുടെ മനസ്സ് പ്രസന്നമല്ലാന്ന് മനസ്സിലായെങ്കിലും മനസ്സിലാക്കില്ല. നമ്മളുടെ മനസ്സ് പ്രസന്നമല്ലായെങ്കിലും മനസ്സിലായില്ലേ? അപ്പൊ മനസ്സ് പ്രസന്നമാവാൻ എന്താ ചെയ്യേണ്ടത്? അഥവാ പറയുന്നു, കേട്ടോളൂ. യോഗസ്യ ലക്ഷണം ഭക്ഷേ. ഞാൻ യോഗത്തിന്റെ ലക്ഷണങ്ങളൊക്കെ അമ്മയ്ക്ക് പറഞ്ഞു തരാം. സബീജസ്യ. അത് ഇങ്ങനെയുള്ള 2 തരത്തില്. ഒന്ന് സബീജമാണ്, പിന്നെ ഒന്ന് നിർബീജമാണ്. ഇവിടെ നിർബീജമല്ല പറയാൻ ശ്രദ്ധിക്കൂ. നിങ്ങൾ ശ്രദ്ധിക്കരുത്.
ഇപ്പൊ നിങ്ങളൊക്കെ ആ സ്ത്രീയെ നോക്കുക, ആ സ്ത്രീയുടെ കയ്യിൽ എന്താണ്, അത് സ്റ്റീലാണോ വിളക്കാണോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രഭാഷണം ചെയ്യുമ്പോൾ അഴിയുന്നതോ എന്ത് ചെയ്യണ്ട, അങ്ങോട്ട് വരണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ മലയാളത്തില്. പ്രഭാഷണം ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ മുന്നോട്ടിരിക്കും. ഞാൻ ആൾക്കാർക്ക് ഈ പറഞ്ഞൊന്നും കേൾക്കാൻ ഇഷ്ടമല്ല, അനുസരിക്കാൻ ഇഷ്ടമല്ല. ഞാൻ കഴിയും കുറേശ്ശെ ഭിന്നിപ്പിക്കാൻ. പ്രഭാഷണം ചെയ്യുമ്പോൾ കഴിയുന്നത് അങ്ങോട്ട് വരരുത്. ചിലപ്പോൾ കിഴക്കൊക്കെ ഉള്ള വലിയ ആൾക്കാരുണ്ടെ മാത്രം അതേപോലെ നിങ്ങളൊക്കെ ഒന്ന് തട്ടിപ്പിച്ചാൽ പോലെ കേൾക്കുന്നുണ്ട്. അവർ 11 മണിക്കാണ് വരിക, 11:05 എന്ന സ്ഥലം വരാൻ പോകണം. എനിക്ക് ദൈവർക്ക് കേൾക്കാം. അങ്ങനെയൊക്കെ വല്ലവരുടെ മാത്രം ചേച്ചി അമ്മയ്ക്ക് എന്താ പത്രവിന്റെ തിരക്ക്, അമ്മ പോവുക പെട്ടെന്ന് പോവുക, ഇനി ചെയ്യുക. ദയവ് ചെയ്തിട്ട് തിരക്കുള്ള വല്ലതൊക്കെ എത്രയും പെട്ടെന്ന് എനിക്കിപ്പോൾ ഒരു വഴിപാട് ചെയ്യാം. അങ്ങനെ തിരക്കൂട്ടുന്നത് മാത്രമേ നമ്മൾ പ്രഭാഷണ സമയത്ത് മുന്നിലേക്ക് കൊണ്ടുവരാവൂ എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങളോട് എല്ലാ കാര്യവും പറഞ്ഞാലേ നിങ്ങൾ മനസ്സിന്റെ എല്ലാവർക്കും മനസ്സിലാവണം. ഒട്ടലിരിക്കണം അറിയണം, വെള്ളമെന്ന് അറിയണം, എല്ലാവരും അറിയണ്ടേ. അങ്ങനെയുള്ള സ്പെഷ്യൽ കേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, പ്രഭാഷണ സമയത്തോട്. അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയോ കാണണം. ഞാൻ ഇവിടുന്ന് വെറുതെ വേദാന്തം പറയാനല്ലാതെ അത് പ്രയോജനം ചെയ്യും. അപ്പൊ അതേതായാലും മനസ്സിലാക്കാം. ഇവിടെ ഭഗവാൻ പറയുന്നു ഈ മനസ്സിനെ ശുദ്ധമാക്കാനുള്ള വഴികളാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും മനസ്സ് ശുദ്ധമായ എന്താ ഗുണം തന്നെ? മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതം ഗംഭീരമായി. മനസ്സിലായോ? പറഞ്ഞ് ആരാ പറയണത്? ഞാനല്ല, ഇതൊന്നും ഞാൻ പറയണതല്ല. അധിക വാസുദേവന് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കണം. ഓരോന്നോരോന്നായിട്ട് കേൾക്കണേ. 1 2 3 4 5 എണ്ണിയാണ് ഭഗവാൻ മനസ്സിനെ ശുദ്ധമാക്കാനുള്ള വഴികൾ പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. കേട്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കുറേശ്ശെ ഈ നിമിഷം തൊട്ട് ചെയ്തു നോക്കണം. ചെയ്തു നോക്കുമോ? ചെയ്തു നോക്കിയെങ്കിൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇത് ചെയ്യാനൊന്നും ആവില്ല. എങ്കിൽ വെറുതെ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കൺകർഷണം ചെയ്തിട്ട് കാര്യം. ചെയ്തു നോക്കുമോ? കേട്ട് നോക്കട്ടല്ലേ, കേട്ടാലല്ലേ പറയാൻ പറ്റുള്ളൂ. ചെയ്തു നോക്കാൻ പറ്റുള്ളൂ. അത് കേട്ടല്ലേ കേട്ടുള്ളൂ. സ്വതന്മാചരണം ശക്തിയാണ് ഭഗവാൻ. മനസ്സ് ശുദ്ധമാകാനുള്ള മനസ്സങ്ങനെ തങ്കം പോലെ തളാം. തങ്കം എന്ന് കേട്ടിട്ടില്ലേ? തങ്കം എത്ര ക്യാരറ്റാ? തങ്കം വേഗം പറയുമോ? എത്ര ക്യാരറ്റിനാ തങ്കം എന്ന് പറയാം? ക്യാരറ്റ് കേട്ടില്ല? എടോ ഈ സ്വർണ്ണല്ലേ, സ്വർണ്ണം. ആ സ്വർണത്തിന്റെ മാറ്റ് നോക്കുന്നത് അതെത്ര ക്യാരറ്റാ നോക്കിയിട്ടാണ്. എത്ര ക്യാരറ്റാ? 24 ക്യാരറ്റാണ്. 24 ക്യാരറ്റാണ്. ഇനി സംശയം ഉണ്ടെങ്കിൽ സ്വർണ്ണ വ്യാപാരികളോട് ചോദിച്ചോളൂ. എനിക്ക് യാതൊരു സംശയവും ഇല്ല. സ്വർണ്ണ വ്യാപാരി എപ്പോഴും കാണുമ്പോൾ ചോദിച്ചാൽ മതി. തനിക്ക് എന്തെന്നും എത്ര ക്യാരറ്റാണ്? 24 ക്യാരറ്റാണ്. 24 ക്യാരറ്റായാൽ നല്ല എന്താ തങ്കമായി. പക്ഷെ അതുകൊണ്ട് ആധാരം ഉണ്ടാക്കാൻ പറ്റില്ല. 24 ക്യാരറ്റ് കൊണ്ടൊന്ന് ആധാരം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്, പൊട്ടിപ്പോകും. അപ്പൊ അത് പൊട്ടാതിരിക്കണമെങ്കിൽ അവരെന്താ ചെയ്യുക? ഒരു 21 22 ക്യാരറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് സ്വർണ്ണമല്ലാത്ത കുറെ ലോഹങ്ങൾ എല്ലാം കൂടി ചേർക്കും. അങ്ങനെയുള്ളതാണ് നിങ്ങളുടെ കഴുത്തിലുള്ള ആഭരണങ്ങളൊക്കെ. അങ്ങനെയൊക്കെ നോക്കേ വേണ്ട. അങ്ങനെയാണ് സ്വർണ്ണമല്ലാത്ത ചില ലോഹങ്ങളൊക്കെ അത് ചേർക്കും. 21 22 ക്യാരറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ പറയുന്നു നമ്മളുടെ മനസ്സിനെ നമുക്ക് എന്താക്കാം? നല്ല ശുദ്ധമാക്കി നമുക്ക് മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത്? സുഖമാചരണം ശക്തിയ. അവനവന്റെ ശക്തി അനുസരിച്ച് അവനവന്റെ ധർമ്മം ആചരിക്കുക. അവനവന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. സുഖർമ്മം എന്താണെന്ന് അറിയോ? എന്താ? നമ്മളെ ഏൽപ്പിച്ച ജോലികളല്ലേ. നമ്മളെ ആരെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചാൽ അത് ഏറ്റവും ഭംഗിയായി നമ്മുടെ കഴിവിനനുസരിച്ച് ശക്തിയാണ്. ഓരോരുത്തർക്കും കഴിവ് വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മുടെ കഴിവിനനുസരിച്ച് അത് ഏറ്റവും നന്നായി സുധർമ്മം നമ്മളുടെ ഡ്യൂട്ടി ചെയ്താൽ മനസ്സ് നന്നായി തീരും. ചെയ്തോക്കല്ലോ, ചെയ്യോ? എന്നിട്ട് എന്താ പറയാ? ആൾക്കാരും ഡ്യൂട്ടി ഒന്നും ചെയ്യാത്തത്. ഡ്യൂട്ടി കൊടുത്ത ആൾക്കാർ എങ്ങനെയെങ്കിലും ചൊറിഞ്ഞ് അതൊന്ന് ഒഴിവാകാൻ എന്താ വഴിയെന്ന് നോക്കുക. ചില ഓഫീസിലൊക്കെ കാണാം ആൾക്കാർ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ആയിരിക്കും ഡ്യൂട്ടി. അപ്പൊ അവർ രാവിലെ 11 മണിയായിട്ട് എത്തുള്ളൂ. ആരും നോക്കാനൊന്നുമില്ല. 10 മണിക്ക് ഓഫീസിൽ എത്തേണ്ട ആളെ എത്തും
ഒരു 11 മണിക്ക്. എന്താ കാരണം? ഇയാളുടെ വീടിന്റെ മുമ്പിൽ നിന്ന് 10:40 ബസ്, അതിനെ കൊണ്ട് കയറിയാൽ 11 ഓഫീസിലെത്താം. ഇയാളുടെ സൗകര്യം നോക്കുക. ഇയാളുടെ സൗകര്യത്തിൽ ആ ഓഫീസിൽ പണിയെടുക്കുന്നത് ഒരിക്കലുമല്ല. വൈകുന്നേരം 5 മണി വരെ ഓഫീസിൽ ഇരിക്കണ്ടേ? വൈകുന്നേരം 3:50 ആ ഓഫീസിന് മുമ്പ് ഒരു ബസ്സുണ്ട്, പിന്നെ ബസ്സില്ല. അതിനെ കൊണ്ട് കയറിയാൽ ഇയാൾക്ക് നേരെ വീടിന്റെ അടുത്തേക്ക് വരാം. അപ്പൊ അയാൾ എന്ത് ചെയ്യും? എല്ലാ ദിവസവും ഓഫീസിൽ നേരത്തെ പുറത്തിറങ്ങും. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഞാൻ ഈ ബസ് നോക്കി അവനവന്റെ സൗകര്യം നോക്കി വൈകി എത്തുന്നതും നേരത്തെ പോരുന്നതും സാമൂഹ്യ ദ്രോഹമാണ്. എന്താണത്? ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മളെ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചാൽ അതെന്ത് ഡ്യൂട്ടി ആണെങ്കിലും ആ ഡ്യൂട്ടി സമയത്ത് അതല്ലാതെ മറ്റൊന്നും ചെയ്യരുത്. അത് മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ടേ അവിടെ അങ്ങോട്ട് പോരാവൂ. അതാണ് സുഖം. അതാണ് ശക്തിയ. എല്ലാവർക്കും ശക്തിയൊന്നും ഉണ്ടാവില്ല. നമ്മളുടെ ശക്തിക്ക് അനുസരിച്ച് നമ്മളുടെ ഏറ്റവും നന്നായിട്ട് ചെയ്താൽ മനസ്സ് ശുദ്ധമാകും. രണ്ടാമത്തേത് വിധർമാച്ച നിവർത്തനം. വിധർമാച്ച നിവർത്തനം പറഞ്ഞാൽ എന്താ? ഒരു കാരണവശാലും വിധർമ്മം ചെയ്യാൻ പാടില്ല. വിധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? വിധർമ്മം എന്ന് പറഞ്ഞാൽ അതായത് ചിലത് ചെയ്തു കഴിഞ്ഞാൽ അതൊന്നും ദോഷം ഉണ്ടാവില്ല. ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യരുത്. മനസ്സിലായില്ലേ? രാത്രി നേരത്തെ കടന്നുറങ്ങണമെന്ന് പറഞ്ഞില്ലേ? ആര്? വേഗമാതാവ് പറഞ്ഞ് രാത്രി നേരത്തെ കടന്നുറങ്ങണം പറഞ്ഞിട്ടില്ലേ? നേരത്തെ കടന്നുറങ്ങണം. അളവ് പറയരുത് എന്ന് പറഞ്ഞിട്ടില്ലേ വേദം? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അളവ് പറയാണ്ട് ജീവിക്കാം. ഇത് നിങ്ങൾ അളവ് പറയുന്നു. ഇന്നിതിനെ കളവ് പറയുന്നത്. അപ്പൊ വിധർമാച്ച നിവർത്തനം എന്ന് പറഞ്ഞാൽ അരുത് നമ്മളോട് പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത്. നമ്മുടെ നാട്ടിലെ ആൾക്കാരോടൊക്കെ അരുത് പറഞ്ഞത് മാത്രം ചെയ്യുന്നത്. ശ്രദ്ധിച്ചില്ല? നമ്മൾ കണ്ണു കുടിക്കരുത് എന്ന് പറഞ്ഞു വേദം പറഞ്ഞിട്ടില്ലേ? പൂവ് കണ്ണു കുടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അതല്ലേ കുടിക്കണത് അല്ലേ? അതെ. അങ്ങനെ എത്ര ഉദാഹരണങ്ങളുണ്ട്. അരുത് എന്ന് പറഞ്ഞൊക്കെ ചെയ്യും. ആചരിക്കും. അതാണ് മനസ്സിൽ എഴുതിയ മക്കള്. അപ്പൊ അരുത് എന്ന് വേദം പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യരുത്. മനസ്സിലായല്ലോ? മനസ്സിലായി. അത് നിങ്ങൾ ചെയ്തു നോക്കുമല്ലോ അല്ലേ? നിങ്ങളോട് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. സന്ധ്യാസമയത്ത് ആഹാരം കഴിക്കാൻ പാടില്ല. എപ്പോഴാ സന്ധ്യ? എപ്പോഴാണ്? വൈകുന്നേരം ഏകദേശം 6 മണി മുതൽ ഏകദേശം 7 മണി വരെ സന്ധ്യാസമയമാണ്. പക്ഷെ എല്ലാവരും ആ സമയത്ത് ആഹാരം കഴിക്കുക. ശ്രദ്ധിച്ചിട്ടില്ല? നേരാണല്ലോ. തീറ്റയുടെ ഒരു ബഹളം വൈകുന്നേരമാണ്. ലോകത്തിൽ ഒരുപാട് ആൾക്കാർ തിന്നുന്ന സമയം സന്ധ്യാസമയം. അതല്ലേ നാട്ടുകാർക്ക് അങ്ങനെ മോശമായിപ്പോയി ആരോഗ്യം തോന്നുന്നില്ല. വേദം പറഞ്ഞിട്ടുണ്ട് സന്ധ്യാസമയത്ത് ഒരു കാരണവശാലും ഒരാഹാരവും കഴിക്കാൻ പാടില്ല. അത് വിഷമായിട്ട് പരിണമിക്കും. അതുകൊണ്ടാണ് അത് വിഷമായിട്ട് പരിണമിച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് രോഗികളായി മാറിയത്. നേരെ മറിച്ച് നിങ്ങളാ തീരുമാനിക്കുക. ഞാൻ സന്ധ്യാസമയത്ത് എന്ത് വന്നാലും ശരി ആഹാരം കഴിക്കില്ല തീരുമാനിക്കുക. വൈകുന്നേരം ഒരു 5:30 മുമ്പ് രാത്രി കഴിക്കാനുള്ള ആഹാരം അവിടെ കഴിക്കുക. രാത്രി കഴിക്കാനുള്ള ആഹാരം എപ്പോഴാണ് കഴിക്കുക? അത് വൈകുന്നേരം 5:30 മണിക്ക് മുമ്പ് കഴിച്ചോളൂ. സന്ധ്യയൊന്നും കഴിക്കരുത്. പിന്നെ രാത്രി ഒന്നും കഴിക്കണ്ട. അങ്ങനെ കുറച്ച് ഭക്ഷണം കുടിച്ചോ, അങ്ങനെ 2 പഴം കഴിച്ചോ മതി. ഈ രാത്രിയാകുമ്പോ വെട്ടി വിഴുങ്ങി തിന്നല്ലേ മനുഷ്യന്മാര് വെറുതെ എല്ലാം മെഡിക്കൽ കോളേജിലൊന്നും ഒഴിവില്ലാത്തത്. വരാന്തയിൽ പോലും കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിൽ വരാന്തകളിൽ പോലും രോഗികളെ കാരണം തീറ്റയാണ് മെയിൻ കാരണം. അത്രയൊന്നും തിന്നണ്ട. അപ്പൊ 2 കാര്യം മനസ്സിലായി. ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കുക, ചെയ്യണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. ഇന്ന് ലോകത്തിൽ മിക്കവാറും ആൾക്കാർ നേരെ വിപരീത. ചെയ്യരുതെന്ന് പറഞ്ഞതേ ചെയ്യും, ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചെയ്യും. പിന്നെ ഞാൻ മനസ്സിലാക്കുക. അടുത്തത് ദൈവാലബ്ധേന സന്തോഷം. അത് ചെയ്തു നോക്കണേ. ദൈവാലബ്ധേന സന്തോഷം പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്താണോ കിട്ടുന്നത് കൊണ്ട് നമ്മൾ എന്താവണം? സന്തോഷിക്കണം. ഇവിടുത്തെ നമുക്ക് സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കേണ്ട ആൾക്കാര് ആലോചിക്കണം. വൈകുന്നേരം വരെ ജോലി ചെയ്തു.
നല്ല ശാപ്പാട് കിട്ടി, സന്തോഷത്തോടും ശാപ്പാട് കിട്ടിയത്. രാവിലെയും ആ ജോലിക്ക് വിളിച്ചാൽ രാവിലെയും ഭക്ഷണം തന്നു, ഉച്ചയ്ക്കും നല്ല ഭക്ഷണം തന്നു, വൈകുന്നേരം നല്ല ഭക്ഷണം തന്നു. പോരെ? എന്താ പോരായ? ഭക്ഷണം തോന്നില്ലേ? ആ കിട്ടുന്നതുകൊണ്ട് സന്തോഷമായിട്ട് അങ്ങോട്ട് പോണം. ഇനി അതല്ല, അയാൾ എന്തെങ്കിലും കൂലി തന്നു, അതെപ്പോഴായാലും സന്തോഷിക്കണം. സന്തോഷിക്കോ? ചോദ്യമാണ്, ഉത്തരം തരേണ്ട. എന്താണോ കിട്ടുന്നത് ആ കിട്ടുന്നത് കൊണ്ട് നമ്മൾ വളരെ വളരെ സന്തോഷമായിട്ട് ജീവിച്ചാൽ നമ്മളുടെ മനസ്സ് നന്നായി തീരും. അല്ലെങ്കിൽ മനസ്സ് നന്നാവില്ല. പിന്നെ അടുത്തത് ആത്മവിച്ചരണം. ആത്മവിത്തുക്കളുടെ ശരണം ഭക്ഷിക്കണം. ആത്മവിത്ത് പറഞ്ഞാൽ ആത്മാവിനെ അറിഞ്ഞ ആൾക്കാർ. അത് ആത്മാവിനെ അറിഞ്ഞ ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ അവരുടെ പാദപൂജ നമ്മൾ ചെയ്യണം. അടുത്തത് ഗ്രാമ്യധർമ്മ നിവൃത്തി, മോക്ഷധർമ്മ രതി. അത് രണ്ട് കാര്യമാണ്. ചെയ്തോക്കളെ. ഗ്രാമ്യധർമ്മ നിവൃത്തി പറഞ്ഞാൽ ഗ്രാമ്യങ്ങളായ ധർമ്മങ്ങളിൽ നിന്ന് മെല്ലെ 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 ഒഴിവായി പോകുക. ഇതിന്റെ ഈ ഗ്രാമ്യധർമ്മങ്ങൾക്ക് പറഞ്ഞു ഗ്രാമ്യമായ കാര്യങ്ങൾ, നിസ്സാരമായ സുഖങ്ങൾ മാത്രം നമുക്ക് തരുന്ന കാര്യങ്ങൾക്കാണ് ഈ ഗ്രാമ്യധർമ്മങ്ങൾ എന്ന് പറയും. അപ്പൊ അത്തരത്തിലുള്ള ഗ്രാമ്യധർമ്മങ്ങളൊന്നും ചെയ്യരുത്. ചില ആൾക്കാർ കണ്ടില്ലേ ഐസ്ക്രീം ഒക്കെ അങ്ങനെ വാങ്ങി തിന്നുന്നത്? കണ്ടിട്ടില്ല? നിങ്ങൾ കണ്ടിട്ടില്ല? വെറുതെ പുറത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോ ഐസ്ക്രീം കണ്ടു. അപ്പൊ എന്താ ചെയ്യുക? അത് വാങ്ങുക. അതിങ്ങനെ വാങ്ങി തിന്നുക. നല്ല കാര്യമുണ്ടോ അതിനെ വാങ്ങി തിന്നുന്നത്? ചില ആൾക്കാർ കണ്ടില്ലേ ഈ പിറന്നാളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കേക്ക് വാങ്ങിക്കൊണ്ടുവരും. കേക്ക് പറയുന്ന കേക്ക് വാങ്ങിക്കൊണ്ട് എന്താ ചെയ്യുക? എന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് അതിന്റെ മുകളിൽ എന്തോ പേരൊക്കെ എന്താ പേര് എഴുതി തരുന്നിട്ട് അതങ്ങനെ വണ്ടിയിലൊക്കെ വെച്ച് കാറിലൊക്കെ വെച്ച് ഏമായിട്ട് എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ച് എല്ലാരും കൂടി നാല് ഭാഗത്ത് നിന്ന് അതിന്റെ മുകളിൽ എന്തോ വിളക്കൊക്കെ കത്തിച്ചു വെച്ച് അവസാനം ഊരിക്കെടുത്താൻ പാടും. അവർക്ക് ആ കത്തിച്ചോടൊപ്പം ഊരിക്കെടുത്തത് ഞാൻ കത്തിയാക്കിയിട്ടുണ്ട്. എന്റെ കയ്യിൽ കത്തിയാണ്. എല്ലാരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോ എന്തോ ഒരു പാട്ട് പാടും. എനിക്കത് കേൾക്കുമ്പോ പട്ടിക കൃഷ്ണന്റെ കയ്യിലില്ലാത്തത് ബാക്കിയാണ്. പട്ടിക കൃഷ്ണന്റെ കയ്യിലിന്റെ എല്ലാവരുടെ ശബ്ദത്തിൽ ഞാൻ പിഴയ്ക്കുന്നത് കാണുമ്പോ അങ്ങനെമാരും ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത എന്താ പാട്ട് അറിയില്ലേ? ഞാൻ പാടുന്നില്ല, എനിക്കറിയാം എന്തൊക്കെ പാടുന്ന പാട്ട് പാടണ്ട, ഒക്കെയാളും പാടും. എന്നിട്ട് ഇതൊക്കെ പാടെ വെട്ടി മുറിച്ച് ഇതങ്ങോട്ട് മാന്തി എടുത്ത് കാണുന്നതിന്റെ ഒക്കെ വായയിൽ ഇങ്ങനെ തേച്ച് അയ്യോ വായയിൽ മാത്രമൊന്നുമല്ല തേക്കുക. കണ്ടിട്ടില്ലേ കോലാഹലം? അതാ ഞാൻ പറഞ്ഞത് കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ എണ്ണത്തിനില്ല. മനുഷ്യന് കോമൺ സെൻസ് എങ്കിലും വേണ്ടേ? ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണോ? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കുന്ന സാധനമാണ് ആ സംഗതി. ആരോഗ്യം നശിപ്പിക്കുന്ന വല്ലതും വായപ്പഴത്തേക്ക് കേൾക്കാൻ പാടും? പാടില്ല. പിറന്നാളിനാണോ ചെയ്യേണ്ടത്? പിറന്നാൾ എന്താ ചെയ്യേണ്ടത്? പിറന്നാളിന് ഒരു ഉണ്ണിയുടെ പിറന്നാളുണ്ടെങ്കിൽ ആ ഉണ്ണി രാവിലെ നേരത്തെ അടിക്കുക, കുളിക്കുക, നല്ലൊരു മുട്ട് കൊടുക്കുക, നല്ലൊരു കുടി തൊടുക, വീട്ടിലവിടെ പലക ഉണ്ടാവും, തലയുടെ മുടി ഇരിക്കുക. എന്നിട്ട് പിറന്നാളല്ലേ നമശിവായ നമശിവായ അത്ര ചോദിക്കാനാണ് പറഞ്ഞത്. 1008 തവണ ആ ഉണ്ണി അവിടെ നിന്ന് നമശിവായ ഇരിക്കണം. അതാ ചെയ്യേണ്ടത്. പിന്നെ ഭഗവാനെ നമസ്കരിക്കണം, അച്ഛനെ നമസ്കരിക്കണം, അമ്മയെ നമസ്കരിക്കണം. ഇതൊക്കെ കഴിയുമ്പോൾ 7:30 അല്ലേ? തൊട്ടടുത്ത് അമ്പലല്ലേ, അവിടെ നിന്ന് മുടി വരിക, അവിടുന്ന് ചെയ്യേണ്ട കാര്യമൊക്കെ ചെയ്യുക. വന്നു കഴിഞ്ഞാൽ അമ്മ നല്ല ആഹാരം കൊടുക്കുക. വീട്ടിലുണ്ടാക്കുന്ന ആഹാരമല്ലേ? ഈ നേരത്തെ പറഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങുന്ന സാധനമൊന്നും കൊടുക്കരുത്. അമ്മ ഉണ്ടാക്കുന്ന നല്ല ആഹാരം എന്തായാലും കൊടുക്കുക, അത് കഴിക്കുക. എന്നിട്ടോ അന്ന് നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കുക. അച്ഛൻ അനുഗ്രഹിക്കില്ലേ കുഞ്ഞിനെ? എന്താ അനുഗ്രഹിക്കുക? അച്ഛൻ അനുഗ്രഹിക്കാൻ അറിയണ്ടേ? അച്ഛൻ അനുഗ്രഹിക്കാൻ അറിയണ്ടേ? ആയുഷ്മാൻ ഭവ അതല്ലേ അനുഗ്രഹിക്കുക. ഇന്ന് പിറന്നാളായതുകൊണ്ട് നിനക്ക് ധാരാളം ആയുസ്സുണ്ടാകട്ടെ, ആയുഷ്മാൻ ഭവ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കണ്ടേ? പെൺകുട്ടിയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല. പെൺകുട്ടിയാണ് എന്താ പറയുക? ആയുഷ്മതീ ഭവ എന്ന് പെൺകുട്ടിയെ അനുഗ്രഹിക്കുക. അന്ന് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. അന്ന് ഹോട്ടലിലേക്ക് പോവാനേ പാടില്ല, അന്ന് ബേക്കറിയിലേക്ക് പോവാനേ പാടില്ല. ഇതൊക്കെയല്ലേ പിറന്നാളിന് ചെയ്യേണ്ടത്? ഇതൊന്നും പിറന്നാളിന് ചെയ്യില്ല.
എന്നിട്ട് ഓരോന്ന് വാങ്ങിക്കൊണ്ടുവന്ന് പാട്ടും പാടി അതും കുറിച്ച് മായയിലൊക്കെ തേച്ച് ഇനി ഞാൻ ഒത്തിരി ഞാനിത് പറഞ്ഞാലും നിങ്ങളിത് ചെയ്യുമെന്ന് എനിക്കറിയാം. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇവിടെ ഇരിക്കുന്ന കുറേ ആൾക്കാർ ഉണ്ടാകുമ്പോൾ ആ തിരുമേനിക്ക് ഭ്രാന്താണ്, അയാൾ എന്തൊക്കെയോ പറയേണ്ടത്, നമ്മളത് നോക്കിയാണ് ഇവിടെ പോയി വാങ്ങിക്കൊണ്ടുവരി, നിങ്ങൾ അയാളെന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളൊക്കെ ഇനി വാങ്ങിക്കൊണ്ടുവരുന്നത് അല്ലല്ല. ഇതാക്കാൻ നിർത്തുന്നില്ല, ഇതൊരു സുഖമാണ്. ക്യാൻസറിനേക്കാൾ മാരകമായ അസുഖമാണ് അരിമ പറഞ്ഞത്. ക്യാൻസർ അത്ര മാരകതയേക്കാൾ മാരകമായ ഒരു അസുഖമാണിത്. പിറന്നാൾ എങ്ങനെയാണ് ആഘോഷിക്കേണ്ടതെന്ന് പോലും അറിയാത്ത മനുഷ്യരാണ് നമ്മുടെ നാട്ടിൽ, അല്ലേ? ഭഗവാൻ പറയുന്ന ഒരുപാട് അർത്ഥങ്ങൾ. അപ്പൊ ഗ്രാമ്യധർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കുക. പിന്നെന്താ ചെയ്യേണ്ടത്? ഗ്രാമ്യമായി ഒന്നും ചെയ്യരുത്. ഗ്രാമ്യം എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും വല്ല ലോ സ്റ്റാൻഡേർഡ് എന്നായിരുന്നു ശരിക്കും ഉദ്ദേശിച്ചത്. വളരെ ലോ സ്റ്റാൻഡേർഡ് ഉള്ള കാര്യങ്ങളൊന്നും മനുഷ്യന്മാർ ചെയ്യാൻ പാടില്ല. പാടുണ്ടോ? നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ മനുഷ്യന്മാരല്ലേ, ഏറ്റവും നല്ല ജീവിയല്ലേ? അത് ഏറ്റവും നല്ല ജീവിയായിരുന്നു ഈ ലോ സ്റ്റാൻഡേർഡുള്ള ജീവികളൊക്കെ പലതും ചെയ്യും. ഈ പട്ടിയൊക്കെ കണ്ടില്ലേ പലതും തിന്നണമെന്നും കണ്ടിട്ടുണ്ടോ? ഞാൻ പച്ചക്ക് പറഞ്ഞ വിനോദമുണ്ടോ? പറഞ്ഞോട്ടെ, ഒന്നും വിചാരിക്കരുത്. വിചാരിക്കുകയോ വേണ്ട അല്ലേ? നിങ്ങൾക്കറിയില്ലേ പട്ടി എന്താ തിന്നാൻ? ഞാൻ പറയണ്ട, മനസ്സിലായി. ഇപ്പൊ തന്നെ മനസ്സിലായി ആൾക്കാർക്കല്ലേ. മറ്റുള്ള ജീവജാലങ്ങളൊക്കെ ലോ സ്റ്റാൻഡേർഡായിട്ട് ജീവിക്കുന്നവരാണ്. നമ്മൾ ലോ സ്റ്റാൻഡേർഡ് അല്ല. നമ്മൾ എന്താ സ്റ്റാൻഡേർഡ്? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഹൈ സ്റ്റാൻഡേർഡുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ഭക്ഷണം എല്ലാം എന്തായിരിക്കണം? നല്ല ഹൈ സ്റ്റാൻഡേർഡ് ആയിരിക്കണ്ടേ? വേണ്ടേ? അപ്പൊ ഈശ്വരനെ വൃത്തിയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? മനുഷ്യനിവിടെ ജീവിച്ചിരിക്കുന്നത് ഈശ്വരനെ ഭരിക്കാൻ വേണ്ടി മാത്രമാണ്. ഓരോന്നും ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല. അപ്പൊ 24 മണിക്കൂർ മനുഷ്യൻ എന്താ ചെയ്യേണ്ടത്? അറിയോ? ഈശ്വര ഭജനം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ആരാ തിരുമേനി വിഷം പേടിയിൽ പോയിട്ട് സാധനമൊക്കെ വായിക്കൊണ്ടിരിക്കുക? ആരാ തിരുമേനി ജോലിക്ക് പോവുക? ജോലിക്ക് പോകാൻ എങ്ങനെയാ കാശ് കിട്ടുക എന്നൊക്കെയായിട്ട് നിങ്ങളുടെ സംശയമല്ലേ? അതൊക്കെ ഒരു എന്താ പറയാ, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ചോദ്യമാണ്. അതിനൊന്നും ഒരു സ്റ്റാൻഡേർഡ് ഇല്ല ചോദ്യത്തിന്. എന്നോട് ചോദിച്ചു ഈ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ചോദ്യം. അവരോദേശമൊക്കെ പറഞ്ഞ ഒരാൾ ചോദിക്കാൻ 24 മണിക്കൂർ ദൈവത്തിനെ വിളിച്ചിരുന്ന റേഷൻ പീടികയിലാണ് പോവുക. ഈ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ചോദ്യം ചോദിക്കും, ഞാൻ എന്താ മറുപടി പറയണ്ടേ? ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് വേണ്ട ഹൈ സ്റ്റാൻഡേർഡ് ചോദ്യം ചോദിക്കണ്ടേ? പരീക്ഷത്ത് ചോദിക്കുന്നതൊക്കെ നല്ല ഹൈ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ചോദ്യം ചോദിക്കുമ്പോൾ നല്ല സ്റ്റാൻഡേർഡുള്ള ചോദ്യം ചോദിക്കുക. വർത്തമാനം പറയുമ്പോൾ നല്ല സ്റ്റാൻഡേർഡുള്ള വാക്കുകൾ ഉപയോഗിക്കേണ്ടത്. അത് നമ്മുടെ ജീവിതം എന്തായിരിക്കണം? അതിനാണ് മോക്ഷധർമ്മം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് മോക്ഷം അനുഭവിക്കാം. അതിന് മരിക്കേണ്ടതില്ല. ആൾക്കാരെ വികാരം മരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാധനമാണ് മോക്ഷം തന്നെ എന്തെന്ന് വിചാരിച്ചത് അല്ലേ? മരിക്കുമ്പോൾ കിട്ടുന്ന എന്തോ ഒരു സംഗതിയൊന്നുമല്ല മോക്ഷം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാം. ശരിക്കും പറഞ്ഞ സ്വാതന്ത്ര്യമാണ്. നമുക്ക് സ്വാതന്ത്ര്യം തരുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. നമ്മളെ കെട്ടിയിടുന്ന കാര്യങ്ങൾ ചെയ്യരുത്. എന്നാരോ പറഞ്ഞു, ദിവസേന മനുഷ്യന്മാർക്ക് എന്താ പണിയെന്നറിയോ? കയറ് വിരിക്കുക. അതാരാ പറഞ്ഞത്? എനിക്ക് ഓർമ്മയില്ല. മനുഷ്യന്മാർക്കൊക്കെ എന്താ പണി? നേരം വിളിച്ചാൽ കയറ് വിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ശരിക്കും കണ്ടിട്ടുണ്ടോ? ഈ തെങ്ങിന്റെ മുകളിൽ തേങ്ങ കിട്ടും. തേങ്ങ അങ്ങനെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിന് ചകിരി കിട്ടും. ആ ചകിരിയിലുള്ളിൽ ഇങ്ങനെ ചെറിയ ചെറിയ ചകിരിനാരുണ്ടാവും. ആ ചകിരിനാരിങ്ങനെ വെള്ളത്തിൽ നിന്ന് എടുത്തെടുത്ത് ചകിരിനാരിങ്ങനെ ചേർത്ത് 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 വെച്ചിട്ടാണ് ഉണ്ടാക്കുക, കയറുണ്ടാക്കുക. കണ്ടിട്ടുണ്ടാവുന്നത് അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ മനസ്സിലാവില്ല. അപ്പൊ ചകിരി ഉപയോഗിച്ചു അതിനെ കയറുണ്ടാക്കും. എന്നിട്ട് ആ കയറുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവരങ്ങനെ തന്നെ കിട്ടിയില്ല. ലോകത്തിലെ മിക്കവാറും മനുഷ്യർക്ക് ഇതാണ് അത്രയും പണിക്കുന്നത്. നേരം വിളിച്ചാൽ ഞാനൊരു 10,000 ആൾക്കാരെ കണ്ടു. നേരം വിളിച്ചായ വൈകുന്നേരം എന്താ പണി? കയറിയിരിക്കുക. എന്തിനാ കയറിയിരിക്കുന്നത്? ഇതിങ്ങനെ ചെടിയിൽ വെച്ച് കയറുണ്ടാക്കുക. എന്തിനാണ്? അവനവനെ കെട്ടിയിട. എന്നിട്ട് ഒരു 50 തൂണുണ്ട് വിചാരിച്ചോ. അവനവനെ തന്നെ നമുക്ക് കെട്ടാൻ പറ്റി നമ്മൾക്ക് വരി നിന്ന് കെട്ടിയിടും. അത് ആ തൂണോട് വെച്ച് കെട്ടിയിടും. താങ്ക് യു. പിന്നെ കൊണ്ട് വരി, ഞാൻ വരി കൊണ്ട് വരി ചെയ്യണം.
എന്നെ ഈ കയറോട് വിൽക്കരുത്, ആ തൂണോട് നിൽക്കരുത്. ഓ ആയിക്കോട്ടെ. അപ്പോൾ താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇങ്ങനെ ചുറ്റും കാണുന്ന കല്ലിനോടും തൂണിനോടും എല്ലാ സ്ഥലത്തേക്ക് ഇയാൾ ചെയ്യണത് കയറെടുത്തിട്ട് അവനവനെ കിട്ടിയില്ല. ഞാൻ ഇങ്ങനെ ഒരു 10,000-കണക്കിന് ആൾക്കാരെ കോഴിക്കോട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, മനുഷ്യന്മാരെ നിങ്ങൾ എന്തിനാ നിങ്ങളെ കെട്ടിയിടുന്നത്? കെട്ടിയിട്ടാൽ സ്വാതന്ത്ര്യം കിട്ടുമോ? സ്വാതന്ത്ര്യം കിട്ടും. സ്വാതന്ത്ര്യം എന്നൊരു കവിത പണ്ട് വായിച്ചിട്ടില്ലേ നമ്മൾക്ക്? എന്തായിരുന്നു ഒരു കവിയെ, അതായത് ഒരു കൂട്, ആ കൂട്ടിൽ നല്ല ഭംഗിയുള്ള പഞ്ചവർണ്ണക്കിളിയെ കൊണ്ടിട്ടിരിക്കുക. എല്ലാ പഞ്ചവർണ്ണക്കിളി അതിനെ കൂട്ടിൽ പിടിച്ചിട്ടു. എന്നിട്ട് ചോദിച്ചു, നമ്മളൊക്കെ കവിത പഠിച്ചിട്ടുണ്ടല്ലേ, ആവോഷപ്പില്ലേ അക്ഷീര പാലിത തുവണ്ണി കിണത്തിൽ തെങ്കൂടം പഠിച്ചിട്ടില്ലേ കവിത? അതാരാ പഠിക്കാത്തതല്ലേ? നല്ല പാഴങ്ങളോ ആവോളം ഭക്ഷിച്ചു പലതും മുൻമട്ടിൽ സംസാരിപ്പിൻ. ആരോടാ പറയണത്? ഒരു കൂട്, ആ കൂട്ടിലുള്ള നല്ല ഭംഗിയുള്ള ഈ പഞ്ചവർണ്ണക്കിളിനെ കുറിച്ചിട്ടിട്ട് ആ കിളികളോട് ഈ സ്ത്രീ പറയുകയാണെന്ന്, ഞാൻ നിങ്ങളെ കൂട്ടിൽ പിടിച്ചു തന്നില്ലേ, ഇതിന് എത്ര തരാം? ആവൂ വിശപ്പില്ലേ കാച്ചിയ പാലിത. കിളിയോട് പറയാ, ഞാൻ കാച്ചിയ പാല് കൊണ്ടുവന്നിട്ടുണ്ട് തൂവെള്ളിക്കിണ്ണത്തിൽ. അല്ല, ഒന്നാന്തരം വെള്ളിക്കിണ്ണത്തിൽ ഞാൻ പാല് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ടോ ഇത് കഴിച്ചോ? പഴങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ എന്ത് ചെയ്യണം? വല്ലതും മുൻമട്ടിൽ സംസാരിക്കും. ആ കാട്ടുകൂടെ പറന്നു നടക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയോ ഒച്ച ഉണ്ടാക്കുന്നത് കണ്ടിട്ട് നിങ്ങളെ ഭംഗി കണ്ടിട്ടാണ് ഞാൻ പിടിച്ചോണ്ട് നോക്ക്. ഇനി അതുപോലെ പാടിക്ക്. പക്ഷെ കിളികൾക്കൊന്നും വയ്യ. കിളികൾക്ക് എന്ത് വേണ്ട? കൂട്ടിലിരിക്കുന്ന കിളിക്ക് എന്ത് വേണ്ട? പാലും വേണ്ട, പഴവും വേണ്ട, അത് വളരാനും വയ്യ. അതിനെങ്ങനെങ്കിലും ഒന്ന് ആ കൂട് തുറന്നു കിട്ടിയാൽ മതി. അതെ, എന്നിട്ട് വേണ്ടേ പറന്നു പോകും. പക്ഷിക്ക് എവിടെ ഇരിക്കാനാ ഇഷ്ടം? നിങ്ങളുടെ വീട്ടിന്റെ മുന്നിലുള്ള കൂട്ടിലിരിക്കാനാ പക്ഷിക്ക് ഇഷ്ടം? പക്ഷിക്ക് ഈ അനന്തമായ വിഹായസിൽ ഇഷ്ടംപോലെ സ്വതന്ത്രമായിട്ട് പറന്നു നടക്കാൻ എന്റെ ഇഷ്ടം. ആ പറന്നു നടക്കുന്ന കിളിയെ കൂട്ടി പിടിച്ചിടാൻ പാടുണ്ടോ? പാടില്ല. അതിനാണ് സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ കൂട്ടിലിട്ട കിളിയെ കൂട്ടിൽ നിന്ന് എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് കൂടിന്റെ വാതിൽ തുറക്കുക, അതിനെ പുറത്തേക്ക് വിടുക. ചില മൃഗശാലയൊക്കെ പോയാൽ കാണാൻ, നിങ്ങൾ മൃഗശാലയെ പോയിട്ടുണ്ടോ? തോന്നും മൃഗശാലയെ പോയാലല്ലേ. അയ്യോ, ഞാനൊക്കെ എത്രയാ സംഘടിച്ചെന്ന് പറയും. സംഘടിക്കുക സങ്കടം. മൃഗശാലയെ പോയിട്ട് പാവം തോന്നും. ഈ കാട്ടിൽ അവിടെയും ഇവിടെയൊക്കെ കിടക്കുന്ന മൃഗങ്ങളെയും പക്ഷികളൊക്കെ പിടിച്ചിട്ട് മനുഷ്യന്മാര് മൃഗശാലയാന്ന് പറഞ്ഞ് കൂട്ടിൻ്റെ ഉള്ളിലിട്ട് അടച്ചിട്ട് അതിനടുത്ത് ഓരോ തിന്നാൻ കൊടുക്കുക. ഈ ശരിക്കും പറഞ്ഞാൽ അത് പൊളിച്ചു കളയാറുണ്ട്. ആണ് ഈ മൃഗശാലയെന്ന മൃഗങ്ങളൊക്കെ എവിടെ താമസിക്കുന്നത്? നാട്ടിൽ സുഖമായിട്ട്. നാട്ടിലാണ് അവർക്ക് മോക്ഷം അല്ലേ? മോക്ഷം എന്ന് പറഞ്ഞാൽ ഫ്രീഡം. ഫ്രീഡമാണ് മോക്ഷം എന്ന് പറയുന്നത്. ആ പക്ഷികൾക്കും മൃഗങ്ങൾക്കൊക്കെ നല്ല കാട്ടിൽ ഇഷ്ടംപോലെ നടക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് അതിനെ കൂട്ടിൽ പിടിച്ചിരുന്നത് ശരിയല്ല. ശരിയാണോ? ഇപ്പൊ മനസ്സിലായില്ലേ എന്താ മോക്ഷം? എന്താണെന്ന് മനസ്സിലായി. മോക്ഷം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം. ഈ മനുഷ്യന് സ്വാതന്ത്ര്യമല്ലേ വേണ്ടത്. ഇന്നൊരു ആർക്കെങ്കിലും സ്വാതന്ത്ര്യം ഉണ്ടോ? 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രിക്ക് എന്തോന്ന് കിട്ടിയെന്നൊക്കെ ഞാൻ ചരിത്ര പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. നിങ്ങളും വായിച്ചിട്ടുണ്ട്. എന്നാ കിട്ടിയത്? 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രിക്കാണ് ഇന്ത്യക്ക് അത് കിട്ടിയത്. എന്താന്ന് വിചാരിച്ചപ്പോ ഞാൻ വിചാരിച്ചത് ഒരു സാധനം ഇന്ത്യക്ക് കിട്ടിയത്. പിന്നെ എനിക്ക് മനസ്സിലായത് ടീച്ചറിനെ പറഞ്ഞു തരല്ലേ. എന്നെ സോഷ്യൽ സയൻസ് പഠിപ്പിച്ച ടീച്ചർ എന്നോട് പറഞ്ഞു തരികയാണ്, ഈ കൊല്ലം മറന്നു പോകരുത്. 1947 മാസം മറന്നു പോകരുത്. ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഉച്ചക്കല്ല, വൈകുന്നേരമല്ല, രാത്രി അർദ്ധരാത്രിക്കാണ് അത്ര ഇന്ത്യ മഹാരാജ്യത്തിന് എന്തോ ഒന്ന് കിട്ടിയത്. അതെന്താ? സ്വാതന്ത്ര്യം. എന്ത് സ്വാതന്ത്ര്യം? അത് ശരിക്കും അങ്ങനെ പൊളിറ്റിക്കൽ ഫ്രീഡമാണ് അല്ലേ? അതൊരു പൊളിറ്റിക്കൽ ഫ്രീഡമാണ്. കുറച്ചു കാലം ബ്രിട്ടീഷുകാരെ കൂടെ ഭരിച്ചിരുന്നു. ആ ബ്രിട്ടീഷുകാരെ നിന്ന് അധികാരത്തെ ഒഴിവാക്കിയിട്ട് അന്ന് തൊട്ട് നമ്മൾ നമ്മളുടേതായ രാജ്യം ഭരിക്കാൻ തുടങ്ങി. അത് പൊളിറ്റിക്കൽ ഫ്രീഡം. പക്ഷെ നമുക്കത് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന്റെ കഥയല്ല ഭാഗവതം പറയുന്നത്, കപിലവസ്തുവിൽ പറയുന്നത്. ഇനിയോ മോക്ഷധർമ്മരതിസ്കഥ. മോക്ഷധർമ്മത്തിനോട് താല്പര്യമുണ്ടാവണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണം? സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കണം.
നമ്മളൊക്കെ എവിടെ ഇട്ടിരിക്കുന്നത്? കൂട്ടിനുള്ളിൽ ഇരിക്കുകയാണ്. കൂട്ടിനുള്ളിൽ ഇട്ടിട്ട് ഓരോരുത്തർ ചോദിക്കുകയാണ്, ജോലി വേണോ? നമ്മളെ കൂട്ടിലിട്ടു, ഇരുട്ടിന്റെ കൂടെ ഇരുട്ടിന്റെ കൂട്ടിനുള്ളിലിട്ടു. എപ്പോ വേണോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ നടക്കാനൊക്കെ ഉണ്ട്. പശുവിനെ കെട്ടുന്നുണ്ടല്ലേ? പശുവിനെ എങ്ങനെ കെട്ടിയില്ല? വലിയൊരു കയറ്, എന്നിട്ട് ആ കയറെടുത്തിട്ട് തെങ്ങിനെ മുറുക്കി അങ്ങോട്ട് കെട്ടും. ആ പശുവിനെ എന്ത് ചെയ്യാം? ആ കയറിന് എത്ര നീളമുണ്ടോ അത്രയും ചുറ്റുവട്ടത്തിൽ അതിന് നെഞ്ഞടക്കാം. അതിനപ്പുറത്തേക്ക് സ്വാതന്ത്ര്യമില്ല. ഇതുപോലെ മനുഷ്യരായ നമ്മളെയൊക്കെ ഇവിടെ പിടിച്ചു കെട്ടിയിട്ടിരിക്കുകയാണ്, കൂട്ടിൻ്റെ ഉള്ളിലിട്ടിരിക്കുകയാണ്. ഈ കൂടെ ഒന്ന് പൊട്ടിച്ച് നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കണ്ടേ? അതിനാണ് ആധ്യാത്മിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നാട്ടുകാർ പലതും പറയും. അടുത്ത വീട്ടുകാരൻ കാറ് വാങ്ങിയാൽ നിങ്ങളെന്തിനാണ് കാറ് വാങ്ങുന്നത്? ഇതിനാ. അടുത്ത വീട്ടുകാരൻ ഏഷ്യൻ പെയിന്റ്സ് കൊണ്ട് പെയിന്റ് അടിച്ച നിങ്ങളെന്തിനാ നിങ്ങളെ വീട്ടിൽ വാങ്ങിക്കഴിക്കുന്നത്? അടുത്ത വീട്ടുകാരൻ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് പോയിട്ട് അവരുടെ വീട്ടിൽ ഞാൻ 12 പവന്റെ മാലി വാങ്ങി വന്നു. ഇതിലങ്ങനെ കാണിക്കുക. പുറത്താണ് അങ്ങെപ്പോഴും വീട്ടിന്റെ പുറത്ത്. അതിനകത്ത് നീ കണ്ടോ എന്ന് ഞാൻ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് പോയിട്ട് അത്രയും മാലകളൊക്കെ വാങ്ങി വന്നു. കണ്ടോ? ഇത് അപ്പുറത്ത് നിന്നാണ് നോക്കുക. എന്നിട്ട് ജനങ്ങൾ ഉണ്ടെന്ന് ഭർത്താവിനെ ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, അങ്ങനെ നോക്കി. എന്താണ് നോക്കാൻ മാത്രം? അവളെ കഴുത്തിൽ കണ്ടോ മാല എനിക്കും വേണം. ആ സ്ത്രീ കഴുത്തിൽ മാലട്ടത് വിവരമില്ലാത്തതുകൊണ്ടല്ലേ? വിവരമുള്ള ആരെങ്കിലും ഈ സാധനം കഴുത്തിൽ വാങ്ങിയിടോ? എന്റെ കഴുത്തിൽ നോക്കൂ, സ്വർണത്തിന്റെ മാലോ? ഇല്ല. വിവരമുള്ള ഒരൊറ്റ മനുഷ്യനും ഇത് ചെയ്യില്ല. ഇതൊന്നും വാങ്ങി വിട്ടുകൊണ്ടിരിക്കില്ല. വിവരമില്ലാത്തവർക്കൊക്കെ വാങ്ങും. അക്ഷയ പ്രതിക്ക് നല്ലോണം വാങ്ങും. അക്ഷയ പ്രതി സ്വർണ്ണമായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധവും ഇവിടെ വല്ല സ്വർണ്ണ വ്യാപാരികളുണ്ടായിരുന്നു ക്ഷണിക്കുക. അല്ലാതെ ഞാനിപ്പോ പറയുക. ഇവിടെ വല്ല സ്വർണ്ണ വ്യാപാരികൾ ഇരിക്കുന്നു എനിക്കറിയില്ല. അല്ല ഭീമാ ജ്വല്ലേഴ്സിന് എന്താ പറയാ ഭാവത കേൾക്കാൻ വരും. എനിക്കെന്താ ഇതിന് ആര് കേട്ടാലും വിരോധമില്ല. പറയേണ്ടത് പറയാനല്ലേ നമ്മൾ കുറിച്ചിട്ടുള്ളത്. ഈ മഞ്ഞ നിറത്തിലുള്ള ഈ ലോഹം പുരീഷമാണെന്ന് തിരിച്ചറിയുക. പുരീഷം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ടോയ്ലറ്റിൽ പോയിട്ട് കളയാറില്ല ഒരു സാധനം, അതിന്റെ പേരാ പുരീഷം. പിന്നെ പുരീഷം എന്താന്ന് പറയാ? ഈ സ്വർണം എന്ന് പറയുന്നത് വെറും പുരീഷമാണ്. അതാരെയും കെട്ടി നോക്കുവോ? അതിനെപ്പറ്റി പറയാനിട്ടാണ്. നിങ്ങൾക്കതിനെ പറ്റി അറിയില്ല. നിങ്ങൾ ഇങ്ങോട്ട് വ്യാഖ്യാനിക്കാനൊന്നും വരണ്ട. സ്വർണ്ണ വ്യാപാരികളൊന്നും എൻ്റെ അടുത്തേക്ക് വരണ്ട. സ്വർണ്ണ വ്യാപാരികൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ സ്വർണത്തെ പറ്റി കണ്ടവർക്ക് നല്ലതുപോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിയാം. എന്നോട് ആരും പറയാൻ പോലും വേണ്ട, വ്യാഖ്യാനിക്കാനും വേണ്ട. അത് നന്നല്ല. അതെന്താ കാരണം എന്നറിയോ? അടുത്ത വീട്ടിലെ ചേച്ചി സ്വർണ്ണമാലിട്ടു, അപ്പൊ ഞാനും ഇട്ടു. അവര് മൂക്ക് കുത്തി കാല് പോകുക. എന്തിനാണ് മൂക്ക് കട്ടി? ഒരു മൂക്ക് കുത്തിയിട്ട് സ്വർണം അവിടെ കുത്തി, കാത് കുത്തി അവിടെ നിന്ന് നോക്കിയിട്ടു, കഴിക്കുമ്പോൾ അവിടെ കുറെ എണ്ണം നോക്കിയിട്ടു. അല്ലേ? നീ ഉണ്ടോ? എവിടെയൊക്കെയോ ഉണ്ട്. ഇങ്ങനെ മേല് മുഴുവൻ എന്തിനാണ് ഈ സാധനം തീർക്കണത്? എന്തിനാ? ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് വിവരമുള്ള ആൾക്കാര് ഇതൊന്നും പിന്നാലെ പോവില്ല. വിവരമില്ലാത്തതിന്റെ പിന്നാലെ പോകും. പല വിദേശ രാജ്യങ്ങളിലും നല്ല സമ്പന്നരായ പലരും എന്ത് ചെയ്യാറില്ല? വിദേശ രാജ്യങ്ങളിൽ പലരും സമ്പന്നരായ പലരും ഇത് ഉപയോഗിക്കാറേയില്ല. കാരണം മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ പേരിൽ എത്രയാ അടിപിടി കച്ചറ വിട്ടു നടക്കുന്നത്? മനസ്സിലാവുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞുതരാം വിലോപദേശം. അതുകൊണ്ട് മനസ്സ് നന്നാവണമെങ്കിൽ, മനസ്സ് ശുദ്ധമാവണമെങ്കിൽ അതിനോടുള്ള ആസക്തി ഉപേക്ഷിക്കുക. അത്യാവശ്യം വേണ്ട ഒരു മാല താലിയൊക്കെ കെട്ടിയിട്ടുണ്ടാവില്ലേ ഭർത്താവ്, അത് പൊട്ടിച്ചറിയണ്ട. അന്ന് കല്യാണ സമയത്ത് ഒരു താലി കെട്ടിയിട്ടല്ല അവിടെ ഇരുന്നോട്ടെ, ഒരു മോതിരം മാറിയിട്ടല്ല അവിടെ ഇരുന്നോട്ടെ, അത് മതി. അതിലധികം ഒരു താലി ഒരു മോതിരം മതി, അത് മതി. അതിൽ കൂടുതലൊക്കെ നിങ്ങൾ കൊണ്ടു നടക്കുന്നത് നിങ്ങളുടെ മനസ്സ് കേടാക്കും. പുത്രയെ കൊന്നൊന്നും കേട്ടില്ലേ ഞങ്ങൾ? ഞാനുമായി പുത്ര എന്ന് പറഞ്ഞൊരു സ്ത്രീ നമ്മളെ നാട്ടിൽ എവിടെയോ ഉണ്ടായില്ല. ഭർത്താവ് എന്ത് ചെയ്യുന്നു? പാമ്പിനെയൊക്കെ കൊണ്ടുവന്ന് കടിപ്പിച്ചുള്ള കൊന്നോക്കെ. ഇത് കിട്ടാനാണ്. സുകുമാരക്കുട്ടന്റെ കഥ കേട്ടില്ലേ? നമ്മൾ പാവൻ രാത്രി ഇങ്ങനെ നടന്നു പോകുമ്പോഴാണല്ലോ. സുകുമാരക്കുട്ടന്റെ കഥ വളരെ പ്രസിദ്ധമാണല്ലേ?
ഞാൻ രാത്രി ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് പോകുമ്പോഴാണ് ചങ്ങാതിനെ പിടിച്ചു കഥകളിച്ചു. പക്ഷെ കുറുക്കിലെ പിന്നെ കണ്ടവരില്ല. അവസാനം പിടികിട്ടാ പുള്ളിക്കായിട്ട് പ്രഖ്യാപിച്ചു. ഫോർ വാട്ട്? അയാൾ എന്താ ഈ പാതിര സമയത്ത് കൊല്ലാൻ നോക്കിയത്? പൈസ പണത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യുന്നില്ലേ? ആ പണം എന്ന് പറയുന്നത് എത്രയോ എത്രയോ നിസ്സാരമായ ഒരു സാധനമാണ്. വിവരമുള്ളവരാരും അതിന്റെ പിന്നാലെ പോവില്ല. വിവരമുള്ളവരൊറ്റ കുട്ടിയുടെ പിന്നാലെ പോവില്ല. വിവരമില്ലാത്തവ അതിന്റെ പിന്നാലെ പറഞ്ഞ. അപ്പൊ വിവരം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ? വിവേകം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ? ദേവഭൂതിക്ക് വേണ്ടത് വിവേകമാണ്. ഈ ലോകത്തിൽ പല ആൾക്കാരും പലതും ചെയ്യും. അടുത്ത വീട്ടുകാർ ചെയ്യുന്നൊന്നും നമ്മൾ ചെയ്യണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ആൾക്കാർ കാറ് വാങ്ങാൻ എന്താ കാരണം? അടുത്ത വീട്ടുകാരെ കാറ് വാങ്ങി, ഞാനും വാങ്ങി. അവൻ ഐട്ടൻ വാങ്ങി, ഞാൻ ഐ20 വാങ്ങി. താമസിക്ക് അവരത് കൊണ്ട് വിറ്റു, ഇന്നോവ വാങ്ങി. അവൻ വെളുത്ത ഇന്നോവ വാങ്ങി, ഞാൻ കറുത്ത ഇന്നോവ വാങ്ങി. കുറച്ചു കാലങ്ങളിലും ഇന്നോവ വിറ്റു, അവൻ BMW വാങ്ങി. ആടാ വില കൂടിയ കാറാ. അവൻ BMW വാങ്ങിയത് കണ്ടപ്പോ ഞാൻ പ്രതിരിക്കോ? ഞാനും വാങ്ങി BMW. അതൊന്ന് ഓടിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങളൊക്കെ കണ്ടുകൂടി, ഞാൻ BMW ഗുണങ്ങളെ കാണിച്ചു നടക്കുന്ന ഒരുപാട് വിദ്വാന്മാര് നാട്ടിലുണ്ട്. ആ എന്തിന് എന്താ തന്നെ ആവശ്യം? അതാ പറഞ്ഞത്, വിവരമില്ലാത്ത ആൾക്കാരെ പലതും ചെയ്യും. അത് അനുകരിക്കരുത്. എന്നതും ചെയ്യും, അതും ചെയ്യില്ലേ? അപ്പൊ നമ്മൾ വിവരമുള്ള ആൾക്കാര്, വിവേകമുള്ള ആൾക്കാര് ഭാഗവതം വായിച്ചു നോക്കും. അതിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ഇതിന്റെ പ്രഭാഷണം പൂർത്തിയാക്കാം. അപ്പൊ ഇതൊക്കെ ചെയ്യണേ. എന്ത് ചെയ്യണം നമ്മൾ പറഞ്ഞത്? ആവശ്യമില്ലാത്ത കാര്യമൊന്നും ചെയ്യേണ്ട. ആവശ്യമില്ലാത്ത ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത്. ആവശ്യമുള്ള എന്തൊക്കെ ചെയ്യാനുണ്ടല്ലേ? അപ്പോ അതിനാണ് രണ്ടും പറയുന്നത്. യാമ്യധർമ്മ നിവർത്തിച്ച മോക്ഷധർമ്മ രജിസ്റ്റർ. നമ്മളെ കെട്ടിയിടുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്. നമുക്ക് സ്വാതന്ത്ര്യം തരുന്ന കാര്യങ്ങളെ ചെയ്യാവൂ. സ്വാതന്ത്ര്യം തന്നെ അമൃതം എന്നൊക്കെ പറഞ്ഞില്ലേ പണ്ടരാണില്ല. ഒരു കവി പറഞ്ഞു, ജീവിതം വളരെ സന്തോഷമാവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സ്വാതന്ത്ര്യമാണ് വേണ്ടത്. ആത്മീയമായ സ്വാതന്ത്ര്യമാണ് വേണ്ടത്. അതുകൊണ്ട് മറ്റുള്ളവർ കാണിക്കുന്നതൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, കാണിക്കേണ്ട. ചില ആൾക്കാർ കണ്ടില്ലേ, വീട്ടിലൊക്കെ ടൈലൊക്കെ പൊളിച്ചു കളയാണ്. എന്നിട്ടും വീട്ടിലൊക്കെ ടൈലിട്ടിട്ടുണ്ട്. അത് പോരാ, ഗ്രാനൈറ്റ് വേണം. അതെന്തിനത്? ചില ആൾക്കാർ കണ്ടില്ലേ, 12,000 രൂപയുടെ വാച്ച് കെട്ടി നടക്കും. കണ്ടിട്ടുള്ളവരെ ഇവിടെ 12,000 രൂപയുടെ വാച്ച് കെട്ടിയാലും 1000 രൂപയുടെ വാച്ച് കെട്ടിയാലും രണ്ടു ഒരു സമയത്തെ കാണിക്കുക. അല്ല ചോദ്യം മനസ്സിലായില്ല? എന്താ വേണ്ട? 12 ലക്ഷത്തിന്റെ വാച്ച് 12,000 കൊണ്ട് ചെയ്തു. 12 ലക്ഷത്തിന്റെ വാച്ച് ഒരാൾ കയ്യിൽ കണ്ടോളി. 12 ലക്ഷം രൂപ വിലയുള്ള വാച്ചാണ്. ആ വാച്ചും 1000 രൂപയ്ക്ക് വാങ്ങിയ വാച്ചും ഒരേ സമയമല്ലേ കാണിക്കുക? നിങ്ങൾ BMW ഈ സ്ഥലം മട്ടന്നൂരിൽ നിന്ന് നിങ്ങൾ കാസർഗോഡ് വരെ പോയി. ഏത് കാറിൽ പോയി? നല്ല വില പിടിച്ച BMW പോയി. നമ്മൾ ആൾക്കാരിലെത്തുള്ളൂ, കാസർഗോഡിലെത്തുള്ളൂ. ഞാൻ ഐട്ടനിൽ പോയി. ഞാൻ എവിടെ എത്താം? ഞാൻ നാട്ടിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. മനസ്സിലാവുന്നുണ്ടോ? ആ കിട്ടുന്ന ഫലം ഒരുപോലെയാ. ഒരാള് ഹോട്ടലിൽ കയറി, 5 സ്റ്റാറിലാണ് കയറിയത്. 5 സ്റ്റാർ ഹോട്ടലിൽ കയറിയിട്ട് ചായയൊക്കെ കഴിച്ചു, ബില്ല് കിട്ടി. എത്രയാ ബില്ല് എന്നറിയോ? അധികമൊന്നുമില്ല, ഒരു ചായ, കുറച്ച് അത്യാവശ്യം വിഷ്കുമാറുള്ള സാധനമൊക്കെ കഴിച്ചു. പുറത്തിറങ്ങുമ്പോൾ ബില്ല് തന്നു. അധികമൊന്നുമില്ല, 12,347 രൂപ. എത്രയാണ്? അത്യാവശ്യം വിഷ്കുമാറുള്ള കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചുള്ളൂ. 12,347 രൂപ. അപ്പോഴാണ് ക്യാഷാണോ? അതല്ല സ്കാൻ ആയിക്കോട്ടെ. മൊബൈലിൽ തന്നെ സ്കാൻ ചെയ്തു, എന്നിട്ട് പൈസ കൊടുത്തു. ഇതേ ഫുഡ് അപ്പുറത്ത് ലേശം കൊണ്ടാണ് ചെറിയൊരു കടയുണ്ട്, ചെറിയൊരു ഹോട്ടലാണ്, രാമേട്ടൻ നടത്തുന്ന ഹോട്ടൽ. ഇതേ സാധനം ഇയാള് തിന്ന 12,347 രൂപയ്ക്ക് ഇയാള് തിന്ന ഇതേ സാധനം രാമേട്ടന്റെ കടയിൽ കിട്ടും. അവിടെ പോയിട്ട് കഴിച്ചാൽ 52 രൂപയായി വേണം. ഒരേ സാധനമാണ്, നോട്ട് ഡിഫറൻസ് അറ്റ് ഓൾ.
ഒരു വ്യത്യാസം. ഞാൻ പറഞ്ഞില്ലേ, 1000 രൂപയുടെ വാച്ച് കാണിക്കുന്ന സമയവും 5 ലക്ഷം രൂപയുടെ വാച്ച് കാണിക്കുന്ന സമയം ഒരുപോലെ ആയതുപോലെ ആ ദാമോട്ടന്റെ ഹോട്ടലിൽ പോയാൽ കിട്ടുന്ന അതേ സാധനമാണ് ഈ 5 സ്റ്റാർ ഹോട്ടലിൽ കിട്ടിയത്. ഒരു വ്യത്യാസമില്ല. ഒന്നിന് ഒരുപാട് വിലയാണ്, മറ്റേതിന് വില കുറവാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്ത് മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊക്കെ ഒന്ന് തന്നെയാണ്. നിങ്ങളെ പറ്റിക്കുകയാണ്. നിങ്ങളെ പറ്റിക്കാൻ ആൾക്കാർ വില കൂട്ടി നിങ്ങളെ സമർത്ഥമായിട്ട് പറ്റിക്കുകയാണ് ഇവിടെയുള്ള എല്ലാ കച്ചവടക്കാരും. നിങ്ങളെ വില കൂട്ടി നിങ്ങളേക്ക് വില കൂടുമ്പോൾ അതിനെന്തോ ഒന്നും കൂടുന്നില്ല, സംഗതിക്കൊന്നില്ല. ഒരേ സാധനമാണ് നിങ്ങൾക്ക് ഒരേ വില കൂട്ടി തരുന്നത്. ഇനിയെങ്കിലും തിരിച്ചറിയുക. മാർക്കറ്റിങ്ങിന്റെ എല്ലാ തന്ത്രങ്ങളും എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാനതിന് പോകാറില്ല. എന്തിനാ വെറുതെ മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കണമല്ലേ? അപ്പൊ കപിലവാസകര് പറയുന്നു, അമ്മേ 2 കാര്യം. ഗ്രാമ്യധർമ്മങ്ങൾ ചെയ്യാതിരിക്കുക, മോക്ഷധർമ്മത്തിനോട് മാത്രം ഗതിയുണ്ടാവുക. അടുത്തത് ഞാൻ പറയുന്നത് യാതൊരു പ്രയോജനമില്ല എന്നറിയാം, എന്നാലും ഞാൻ പറയാം. മിതമിത്യാദനം. എന്താ മിതമിത്യാദനം പറഞ്ഞ? ആഹാരം കഴിക്കുമ്പോൾ കുറേശ്ശെ കഴിച്ചാൽ മതി. എത്ര പറഞ്ഞാൽ ആൾക്കാർ കേൾക്കുന്നുണ്ടോ? കുറച്ച് ആഹാരം കഴിച്ചാൽ പോലെ, നമുക്ക് ആരോഗ്യം തരുന്ന ആഹാരം കഴിച്ചാൽ പോലെ പോരാ. എന്തിനാ ആഹാരം കഴിക്കണത്? അറിയില്ല. നമ്മളെ പ്രാണൻ നിലനിൽക്കാനല്ലേ. നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം കഴിച്ചാൽ പോരാ. അമ്മ നല്ല കഞ്ഞിയൊക്കെ വെക്കില്ലേ? അമ്മ വെക്കണ നല്ല കഞ്ഞി കുടിച്ചാൽ മതി. പറമ്പിൽ മാങ്ങല്ലേ, മാങ്ങ ഇപ്പൊ തേങ്ങ എടുക്കും. മാങ്ങ തേങ്ങ ആ മാങ്ങയും തേങ്ങയൊക്കെ തിന്നാൽ പോരാ. ഇപ്പോഴുള്ള ആൾക്കാർക്ക് മാങ്ങയും തിന്നാൽ പോരാ, തേങ്ങയും തിന്നാൽ പോരാ. ചക്ക നല്ല ഒരു സാധനം ഇതൊക്കെ പറമ്പിലുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ചക്ക, മാങ്ങ, തേങ്ങ, ചേമ്പ്, കൂട്ട്, കായ്ത്ത്, വാഴയ്ക്ക ഇതൊക്കെ പറമ്പ് കിട്ടില്ല. അതൊക്കെ തിന്നാൽ മതി. അത് അമ്മ ഉണ്ടാക്കി തരും. അത് കഴിച്ചാൽ മതി. അത് നിങ്ങൾക്ക് നല്ല ആരോഗ്യം തരും. നിങ്ങൾ വെറുതെ അവിടെയും ഇവിടെയും പോയിട്ട് വെറുതെ ബുദ്ധിമുട്ടണ്ട. മനസ്സിലായോ? ഇനിയെങ്കിലും നമ്മളത് പഠിക്കുക. ആൾക്കാരോ അവിടെയും ഇവിടെ പോവുകയാണ്. എന്നിട്ട് ഓരോന്ന് വാരിത്തിന്ന്. എന്നിട്ടല്ലേ മെഡിക്കൽ കോളേജ് മുഴുവൻ നിറഞ്ഞു. എല്ലാ ആശുപത്രികളും രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കാരണം എന്താ? ഈ മാർക്കറ്റിംഗ് ആണ്. മുഴുവൻ പുറത്ത് ചീത്ത സാധനങ്ങളെ കിട്ടാണ്ടോ? നല്ല ചായപ്പൊടി കിട്ടാണ്ടോ? ഇല്ല. നല്ല ബിസ്ക്കറ്റ് കിട്ടാണ്ടോ? ഇല്ല. എന്താ നല്ലത് കിട്ടാണ്ടോ? നല്ല അരി കിട്ടാണ്ടോ? ഇല്ല. നല്ല പഞ്ചസാര കിട്ടാണ്ടോ? ഇല്ല. പഞ്ചസാര ഒന്നല്ല. നല്ല ശർക്കര കിട്ടാണ്ടോ? ഇല്ല. ഒന്നും നല്ലത് കിട്ടാനില്ല. മുഴുവൻ വിഷമയമാക്കിയതല്ലേ. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഹോസ്പിറ്റലിലാവാണ്ടിരിക്കുക? അപ്പൊ ഹോസ്പിറ്റലാവാൻ കാരണം നമ്മളിങ്ങനെ വിഷം കഴിക്കുക. അമ്പലത്തിലേക്ക് പോലും ഒരു നല്ല ശർക്കര കിട്ടാനില്ല. അതിലും എന്ത് ചെയ്തു? വിഷമാണ്. ഇത് ശർക്കര കിട്ടാൻ ഒന്നും നല്ലത് കിട്ടാൻ. ഇത് ദിവസേന നമ്മൾ തിന്നല്ലേ. അപ്പൊ എന്താ ഉണ്ടാവുക? ജന്യുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് മനസ്സ് ശുദ്ധമാവാൻ മിതവും മേദ്യവുമായ ആഹാരം കഴിക്കാൻ ഭഗവാൻ പറയുന്നു. വിവിക്തക്ഷേമ സേവനം. എന്താ അർത്ഥം? ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിരിക്കുക. എന്നിട്ട് വേണം ഗുരുവായൂരപ്പനെ ഭജിക്കാൻ. അഹിംസ. അഹിംസ പറഞ്ഞാൽ എന്താ അഹിംസ പറഞ്ഞാൽ? കാറ് കൊടുത്ത ലോകം മുഴുവൻ തട്ടിയെടുക്കരുത്. അതിനെ എൻ്റെ അറിയാം. കാറ് കൊടുത്ത് 2 വീലർ കൊടുത്ത് ആവശ്യമില്ലാത്ത ലോകം മുഴുവൻ തട്ടി നടക്കരുത്. അതാണോ തിരിഞ്ഞ അഹിംസയുടെ അർത്ഥം? അതെ. എന്താ കാരണം? നിങ്ങൾ കാറിൽ എല്ലാം കാണിക്കില്ല എത്ര കിലോമീറ്ററാണ് പോയതെന്നല്ലേ. ആ കാറിന്റെ 4 ചക്രത്തിന്റെ അടിയിൽപ്പെട്ടിട്ട് എത്ര പ്രാണികളെ കൊന്നിട്ടുണ്ടാവും എന്നറിയും. എത്ര പൂച്ച വണ്ടി കയറി പോയിട്ടുണ്ടാവും. എത്ര എലി, എത്ര ജീവികള്. അത് സാരമില്ല. മരപ്പെട്ടിയാണ്. ഇവിടുത്തെ കാറിങ്ങനെ കൊണ്ടുപോവുക. എന്തോ ഒന്നും കുടുങ്ങി. ഇപ്പൊ മറ്റേ സാരമില്ല. മരപ്പെട്ടിക്ക് ജീവൻ വരുത്തല്ല. മരപ്പെട്ടി കുടുങ്ങിപ്പോയി. പൂച്ച ക്രോസ് ചെയ്യുന്നു റോഡിന്റെ മുകളിൽ. പൂച്ച കഴിഞ്ഞു. ഇങ്ങനെ നിങ്ങൾ 86,000 കിലോമീറ്റർ കാറിലൊക്കെ പോകുമ്പോ എത്ര ആൾക്കാരെ നമ്മൾ കൊന്നിട്ടുണ്ടാവൂല്ലേ? ഈ രാത്രിയൊക്കെ പോകുന്ന ചില ലോറിക്കാരുണ്ട്. ലോറ അവള് പൂശാൻ മുന്നേ മനസ്സിലായില്ല.
അങ്ങോട്ട് സേവിക്കുന്നു. കുറെ കുപ്പി അങ്ങോട്ട് സേവിച്ച് രാത്രി ഒരുപാട് ലോഡുമായിട്ട് വണ്ടിയെ കൊണ്ട് വിടുക. അങ്ങനെ ചില വളവിലൊക്കെ ചില മനുഷ്യന്മാരൊക്കെ നടന്നു പോകുന്നുണ്ടാവും. അവർ ഈ വണ്ടിയുടെ അടിയിലൊക്കെ കുടുങ്ങി നമുക്ക് മനസ്സിലാവും. പക്ഷെ അവരെന്ത് ചെയ്യും? രാത്രിയൊക്കെ അങ്ങനെ കുറെ തോന്നിട്ടുണ്ടാവും. ഹിംസയാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ പഴയ ആൾക്കാരൊക്കെ നടന്നു പോവുക ചെയ്യുക. നടന്നു പോകുമ്പോ ഹിംസ കുറേ കുറയും. നടന്നിട്ടല്ലേ ശങ്കരാചാര്യ ഭാരതം നടന്നത്? അല്ല, ശങ്കരാചാര്യ സ്വാമികൾ ഭാരതപ്പുഴ നടന്നിട്ടാണ്. എന്ത് ശങ്കരാചാര്യൻ നടന്നിട്ടേ പോകുള്ളൂ. BMWയിലൊന്നും പോകില്ല. ശങ്കരാചാര്യൻ എന്ന് വന്ന് അവതരിച്ചാലും ആൾക്കാർ നമുക്ക് തിരുമേനി BMW കൊണ്ടോട്ടെ, ഔഡിയിൽ കൊണ്ടോട്ടെ, വേണ്ട, ഞാൻ നടന്നോളാം. നടന്നിട്ടേ പോവുള്ളൂ. അത് ഏറ്റവും നല്ല യാത്ര ഏതാണ്? ഏറ്റവും നല്ല യാത്ര ഏതാ? നടന്ന് യാത്ര ചെയ്താൽ മതി. മനസ്സിലായോ? ഇന്ന് ലോകത്തിൽ സ്വന്തമായി വാഹനമുള്ളവരൊക്കെ ഒരു 60% ആൾക്കാരും അവരുടെ വാഹനങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ റോഡുകൾ ഇഷ്ടം പോലെ തിരക്ക് കുറയും. ബ്ലോക്ക് ഉണ്ടാവില്ല. ആവശ്യമില്ലാണ്ട് വാഹനം ഒഴിച്ചു പോകുക ആൾക്കാരെ. പിന്നെ ആവശ്യം ഞാനൊരു റോഡിന്റെ സൈഡിൽ നിന്ന് നോക്കി എത്ര വാഹനം, ഞാൻ കണക്കാണ്, എനിക്കൊക്കെ കൃത്യമായിട്ട് കണക്കാണ്. 5 മിനിറ്റ് ഞാൻ റോഡിന്റെ സൈഡിൽ നോക്കിയ സമയത്ത് ഏകദേശം 60-നും 70-നും വാഹനങ്ങളാണ് എന്റെ മുഴുക്കൂടെ എന്റെ ഭാഗത്തേക്ക് പോയത്. ആ 60-70 വാഹനങ്ങൾ മുഴുവൻ ഒരു യാത്രക്കാരൻ മാത്രമുള്ളതായിരുന്നു. ഞാനതാ എഴുതിയൊക്കെ 5 മിനിറ്റോടെ ഏകദേശം 70 വാഹനങ്ങളാണ് എന്റെ മുന്നിൽ കൂടെ ഒരു ഡ്രൈവർ മാത്രമായിട്ട് ഓടിപ്പോവുക. വാഹനത്തിൽ ഒരു കാര്യം ഒരിക്കലും ഒരു ഡ്രൈവർ മാത്രമായിട്ട് യാത്ര ചെയ്യരുത്. ഒരു കാറിൽ എത്രയാക്കി യാത്ര ചെയ്യാതെ ഒരാൾ ഒറ്റയ്ക്ക് പോവുക കോഴിക്കോട്ടേക്ക്. ഇതിനകത്ത് ചായപ്പൊടി എങ്ങനെയാണ്? ഞാനൊരു ദിവസം കഴിഞ്ഞ് കളിച്ച് ചോദിച്ചു വേറെ പോയി. അപ്പൊ അയാൾ ഇന്ന തിരുമേനി ചായപ്പൊടി നല്ല ചായപ്പൊടി ഇട്ട് കോഴിക്കോട്ട്. എന്നിട്ട് ഇയാൾ ഇന്നോവ എടുത്ത് കോഴിക്കോട്ട് പോയിട്ട് ഒറ്റയ്ക്ക് ചായപ്പൊടി വാങ്ങി വീട്ടിൽ വന്നിട്ട് ഭാര്യയുടെ മുന്നിൽ തൂക്കി ഇങ്ങനെ പിടിക്കണം. ഞാൻ കാണാം എന്താണല്ലോ 1-ാം തരം ചായപ്പൊടി 2 കിലോ വെച്ചോ. ഇയാളൊക്കെ പട്ടിക കഷ്ണം കൊണ്ട് തന്നെ ഇയാളെ ഒരു ചായപ്പൊടി വാങ്ങാൻ വേണ്ടി ചെന്നാൽ ഇന്നോവ എടുത്ത് ഒറ്റയ്ക്ക് കോഴിക്കോട്ട് അങ്ങാടിക്ക് 26 കിലോമീറ്റർ യാത്ര ചെയ്ത് 26 കിലോമീറ്റർ തിരിച്ചു യാത്ര ചെയ്ത് ആ ചായപ്പൊടി വീട്ടിലെ ഭാര്യയ്ക്ക് കൊടുക്കുമ്പോ പട്ടിക കഷ്ണം കൊണ്ട് അവനെ എന്ത് ചെയ്യണം? ചന്തിക്ക് തല്ലണം. ക്ഷമയുള്ളതൊന്നും ചെയ്യാൻ കഴിയില്ല. നാട് നശിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ കഴിയുന്നതും പൊതുവാഹനങ്ങളിൽ യാത്ര ചെയ്യുക. ചെറിയ ചെറിയ ദൂരങ്ങളിലൊക്കെ നടന്നു പോവുക. നടന്നു പോയാലേ സുഖമാണ്. കാലിന് നല്ലതാ, ശരീരത്തിന് നല്ലതാ. എത്ര ആൾക്കാരാ 1 കിലോമീറ്റർ ദൂരത്തിന് വേണ്ടി 2 വീലർ ഓടിച്ചു പോകുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിന് ചെയ്യരുത്? ഇത് വലിയ ഒരു ദുരന്തത്തിലേക്കാണ് ഈ വാഹനങ്ങളോടുള്ള ആസക്തി ഈ ലോകത്തിനെ. നിങ്ങളൊക്കെ കോവിഡ് വന്നപ്പോഴല്ലേ നിങ്ങൾ കണ്ടുള്ളൂ? ഇതിനെ മുമ്പ് കണ്ടില്ലല്ലോ. കോവിഡ് വന്നപ്പോഴല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. തിരുവനന്തപുരം ക്ഷേത്രത്തിൽ ഒരുപാട് സമ്പത്തുണ്ടെന്ന് ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ലോണം അറിയായിരുന്നു. എന്നോട് ഗുരു പറഞ്ഞത് ഇതൊന്നും ആരോടും പറയരുത്. ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല. എനിക്ക് 4-ാം ക്ലാസ് പഠിക്കുമ്പോഴേ അറിയാം ആ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇഷ്ടം പോലെ സമ്പത്തുണ്ട്. എവിടെയാ ഉള്ളതെന്ന് എന്നോട് പറഞ്ഞു തന്നുണ്ട്. ഗുരു എന്നോട് ഇത് രഹസ്യമാണ്, ആരോട് പറയണ്ട. ഞാൻ ആരോടും പറഞ്ഞില്ല. ഇനി ആരോ ഒരാള് അത് പുറത്തു വിട്ടു. പിന്നെന്തെല്ലാം കച്ചറയാണ് നമ്മുടെ നാട്ടിലുണ്ടായതില്ലേ. ചിലതൊക്കെ രഹസ്യമാക്കി വെക്കണം, അത് രഹസ്യമാക്കി വെക്കണം. അത് ഈ മാധ്യമക്കാരെ കയ്യിൽ കിട്ടി അവരത് ലോകം മുഴുവൻ പാടി നടക്കും. ഇല്ലേ? ഒരിക്കലും ചെയ്യാൻ പാടില്ല. രഹസ്യമായിരിക്കേണ്ട കാര്യം രഹസ്യമായിട്ടിരിക്കണം. അത് പരസ്യപ്പെടുത്താൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? അതൊന്നും ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മളുടെ ജീവിത രീതികളൊന്നും എന്തല്ല ശരിയായ വൈദികമായ ജീവിത രീതിയല്ല. അത്ര ചൂട് കൂടാൻ എന്താ കാരണം? ഇപ്പൊ ഇതിന് പേരൊക്കെ ഇട്ട് ഗ്ലോബൽ വാർമിംഗ്. എന്താ പേര്? ഗ്ലോബൽ വാർമിംഗ്. എന്താ അർത്ഥം? ഇവിടെ മാത്രമല്ല, മറ്റൊരു മാത്രമല്ല, ഈ ഭൂമി മുഴുവൻ ചൂട് കൂടി വരികയാണ്. എന്താ കാരണം എനിക്ക് നല്ലോണം അറിയാം. മനുഷ്യന്റെ തോന്നിവാസ.
ആനകളൊക്കെ പുറത്തിറങ്ങിയിട്ട് ഓട്ടോറിക്ഷയൊക്കെ മറിച്ചിട്ട് ആൾക്കാരെ കൊല്ലുന്നത് പത്രത്തിൽ വായിക്കണില്ലേ? എന്താ കാരണം എന്നറിയോ? എനിക്ക് നല്ലോണം അറിയാം എന്താ കാരണം. ആ സഖ്യപർവ്വതം മുഴുവനും ഇനി രണ്ടാമത് നേരെയാക്കാൻ പറ്റാത്ത രീതിയിൽ നാശിപ്പിച്ചു കളഞ്ഞു. സഖ്യപർവ്വതം നല്ലൊരു പർവ്വതം ഉണ്ടായിരുന്നു കേരളത്തിന്, അല്ലെ? കേട്ടിട്ടുണ്ടോ? അങ്ങനെ ആര് കേൾക്കുന്നുണ്ട്? കേരളത്തിന്റെ ഒരു ഭാഗം മുഴുവനും സഖ്യപർവ്വതമാണ്. ആത്മ മുഴുവനും ഇനൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ ആദ്യാർത്ഥി വിളിച്ച മനുഷ്യന്മാര് നാശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് ഈ ആനയ്ക്ക് ഇറങ്ങി വരുന്നത്. ആന വേറെ ഒരു കാരണമില്ല. അതിനൊരു കാരണം എന്ന് പറയുന്നത് അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അത് നാട്ടിലും ജീവിക്കണ്ടേ? ജീവികളുടെ ആവാസ വ്യവസ്ഥകൾ നശിപ്പിക്കുന്നത് കൊണ്ടാണ് അവര് നമ്മുടെ ഇറങ്ങി വരുന്നത്. നമ്മുടെ കുറ്റം നമ്മുടെ മനസ്സിലാവില്ലേ? ഏതായാലും ഇവിടെ പറയുന്നു, അഹിംസ, സത്യം, അസ്തേയം, യാവതർത്ഥകരിക്കുക. അഹിംസ പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒരു ജീവിയെയും നമ്മൾ എന്ത് ചെയ്യണ്ട? ദ്രോഹിക്കേണ്ട, ആരെയും കൊല്ലേണ്ട. എന്നിട്ട് നമ്മൾ ആൾക്കാരെ വെട്ടിക്കൊന്ന കാര്യമൊക്കെ വാങ്ങിക്കാറുണ്ട്. ദുസേന പത്രത്തില്ലേ വെട്ടിക്കൊന്നു, അല്ലേ? ഇതിനെ വെട്ടിക്കൊല്ല, ഇതിനെ വിട്ടു. ഒരാൾ ഇതിനെ കൊല്ലണത് ആരാ കൊല്ലണത്? വിവരമില്ലാത്തവരാണ് മറ്റുള്ളവരെ കൊല്ലുന്നത്, അറിവില്ലാത്തവരാണ് മറ്റുള്ളവരെ കൊല്ലുന്നത്. നമ്മൾ ആരെയും കൊല്ലാൻ പോകുന്നത് ഇതിന്റെ പേരിലാണ് ഒരാളെ കൊല്ലണ്ട. ഒരു ജീവിയെയും കൊല്ലരുത്. ഭഗവാൻ പറയുന്നു അസ്തേയം വേണം. അസ്തേയം പറഞ്ഞാൽ അസ്തേയം പറഞ്ഞാൽ മോഷ്ടിക്കാണ്ടിരിക്കുക. ഇന്ന് എല്ലാവർക്കും അതാണല്ലോ പണി. ഏർപ്പെട്ട നമുക്ക് എന്നെ കള്ളന്മാരാ. മോഷ്ടിക്കുക പറഞ്ഞാൽ ഞാൻ പറഞ്ഞ എന്തെല്ലാം തരം മോഷണം നടക്കും. മോഷണത്തിന് ഇപ്പൊ പുതിയ 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 ഭാവങ്ങളൊക്കെയാണ്. എന്തെല്ലാം തരത്തിൽ ആൾക്കാർ മോഷ്ടിക്കുന്നതെന്നറിയും. ചെയ്യരുത്, മോഷ്ടിക്കരുത്. മോഷ്ടിച്ചിട്ട് ഒരു സാധനം നിങ്ങൾ സ്വന്തമാക്കണ്ട. നിങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് അന്നി കുടിച്ച് കിടന്നു പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ എല്ലാവരും എന്താ പഠിക്കുന്നതെന്നറിയോ? മോഷ്ടിക്കാൻ പറ്റില്ല. എല്ലാവരും പഠിക്കേണ്ടത്. ഭഗവാൻ പറയുന്നു മോഷ്ടിക്കരുത്. പിന്നെ അസ്തേയം, സ്വാധ്യായം. സ്വാധ്യായം പറഞ്ഞാൽ എന്താ? പഠിക്കണമെന്ന്. എന്ത് പഠിക്കണമെന്ന്? എന്താ പഠിക്കേണ്ടത്? പഠിക്കേണ്ടത് വേദങ്ങളുടെ വിദ്യയാണ്, അല്ലെ? ആ വേദങ്ങളുടെ വിദ്യ പഠിക്കാനാണ് അമ്പലം ഉണ്ടാക്കിയത്. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ അവിടെ വരണം, അമ്പലത്തിൽ വരണം. അമ്പലത്തിൽ ഒന്ന് പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ടേ പുറത്തിറങ്ങാവൂ. അല്ലാണ്ട് പ്രസാദം വാങ്ങി പോവല്ല. അമ്പലം യൂണിവേഴ്സിറ്റിയാണ്. ഓരോ ദിവസം അമ്പലത്തിൽ പോയാൽ ഓരോ പുതിയ കാര്യം പഠിക്കുക, പുറത്തിറങ്ങുക, പിന്നെ അപ്ലൈ ചെയ്യുക. പഠിക്കാനുള്ള സ്ഥലമാണ് അമ്പലം. പക്ഷെ ആരും അമ്പലത്തിൽ വരുന്നില്ല, ഒന്നും പഠിക്കുന്നില്ല, അല്ലേ? എന്നാണ് സ്വാധ്യായം എന്ന് പറയും. എല്ലാ ദിവസവും നമ്മൾ നല്ല നല്ല ഗ്രന്ഥങ്ങളോ ഒക്കെ വായിച്ച് പഠിക്കണം. ഓരോ ഗ്രന്ഥം വായിക്കുക. 7 ദിവസം ഗ്രന്ഥം വായിക്കുകയല്ലേ? അപ്പൊ നിങ്ങൾ എത്രയും പേര് വന്നത് നന്നായി. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഒരുപാട് തരത്തിൽ നിങ്ങളെ ചിന്തിക്കുക. അല്ലാണ്ട് ആൾക്കാരെന്തെങ്കിലും കാണിക്കുന്നത് കൊണ്ട് അതാണ് ശരിയെന്ന് വിചാരിച്ച് അതിന്റെ പിന്നാലെ പോയാൽ ഈ ഭൂമി ചിലപ്പോ നാളെ ഇവിടെ ഉണ്ടാവില്ല. ഈ ഭൂമി എല്ലാവർക്കും ജീവിക്കേണ്ട ഭൂമിയിൽ നമുക്ക് പറഞ്ഞ് ജീവിച്ചാൽ മതി. ഇപ്പോഴുള്ള മനുഷ്യന്മാരെ പോക്ക് കണ്ടാൽ തോന്നുന്നു നമ്മൾ മാത്രം ജീവിച്ചാൽ മതി, നമ്മുടെ കാലങ്ങളിൽ എന്തായാലും കുഴപ്പമില്ല. ഈ ഭൂമിക്കൂടെ നിൽക്കാൻ പറ്റണ്ടേ? ഭൂമിക്കൂടെ നിൽക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ ജീവിക്കണം. നിങ്ങൾ ഡിനോസാറിനൊരു ജീവിയെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഡിനോസാർ കണ്ടിട്ടല്ലേ? വേണ്ടത് എവിടെ ഇല്ല. പിന്നെ എന്റെ സിനിമയൊക്കെ വന്നത്, സിനിമയിൽ അതിനെ കൃത്രിമമായിട്ട് കമ്പ്യൂട്ടർ വെച്ച് സൃഷ്ടിച്ചതാണ്. അങ്ങനെ സൃഷ്ടിച്ചിട്ട് ഡിനോസാറിന്റെ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ഇന്ന് ഭൂമിയിൽ എവിടെയെങ്കിലും ഡിനോസാർ ഉണ്ടോ? എവിടെയില്ല. എവിടെ പോയി? പണ്ട് ഇഷ്ടംപോലെ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ആർക്കും മുഴുവനും നശിച്ചു പോയതുപോലെ ഭൂമിയിലുള്ള മനുഷ്യവംശം മുഴുവനും നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത്. ഇന്ന് ലോകത്തിന്റെ പോക്ക് അങ്ങനെയാണ്. ഇങ്ങനെ ലോകം കുറച്ചുകാലം കൂടി പോയാൽ ഡിനോസാറുകൾ നാമാവശേഷമായതുപോലെ ഒരുപക്ഷെ ഭൂമിയിൽ ആരുണ്ടാവില്ല. ഒരൊറ്റ കുട്ടി ഭൂമിയിൽ ഉണ്ടാവില്ല. പിന്നെ ഭൂമിയിൽ ബാക്കിയുള്ളത് കൂറ, പാറ്റ, ഈച്ച, ഇവരൊക്കെ തമ്മിൽ പറയും. ഒക്കെ പറയണം. കൂറയുടെ ഫ്രണ്ടിനോട് പറയും. കൂറേനെ കണ്ടിട്ടില്ലേ? കോക്രോച്ച് സാധനം. അതതിന്റെ ഫ്രണ്ടിനോട് പറയും എല്ലാം പോയടാ. എന്ത് പോയി? മനുഷ്യൻ ഒറ്റയൊന്നും ബാക്കിയ. ആനയോട് പറയും, ആനയുടെ കൂട്ടുകാരനോട് പറയും എല്ലാ ഇരുകാലികളും പോയടാ.
നമ്മളിപ്പോ കുറച്ച് ആൾക്കാരെ ബാക്കിയുള്ള അപ്പൊ ആന എന്താ ചെയ്യുക, തുമ്പിക്കൈ ഇങ്ങനെ എടുത്തിട്ട് ആന ഡാൻസ് ചെയ്യും. ഭരതനാട്യം വരുന്ന മോഹിനിയാട്ടം വരുന്ന നമ്മളൊക്കെ പോയേക്കാം സന്തോഷം. ഇനി നമ്മളെ ആരും കെട്ടിയിടത്തില്ല, ആഹാ. ഇനി നമ്മളെ അമ്പലത്തിൽ എഴുന്നള്ളിക്കാൻ കൊണ്ടുപോകില്ല, ആഹാ എന്ന് പറഞ്ഞ ആനകളൊക്കെ തുള്ളിക്കളിക്കും. മനുഷ്യന്മാരുണ്ടെങ്കിൽ അമ്പലത്തിൽ ആന വരുന്നു. ആനകളൊക്കെ ഭരതനാട്യം അറിയാണ്ട് ഡാൻസ് കളിക്കാം. അങ്ങനെ എല്ലാ മനുഷ്യന്മാരും ചത്തു. ഭൂമിയിൽ എവിടെയും മനുഷ്യന്മാരില്ല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ജീവികൾക്കും ഒന്ന് മഹോത്സവമായിരിക്കും. അവരെ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓരോ ഒറ്റ ജീവി ഈ ഭൂമിയെ നശിപ്പിക്കുന്നില്ല. ഉറുമ്പ് തൊട്ട് ഇവിലം വരെയുള്ള ഒറ്റ ജീവിയും ഈ ഭൂമിയെ നശിപ്പിക്കുന്നേയില്ല. ഭൂമിയെ നശിപ്പിക്കുന്ന ഒരേ ഒരു ജീവിയുടെ പേരിന്റെ ഒന്നാമത്തെ അക്ഷരം മാ, രണ്ടാമത്തെ അക്ഷരം നു, മൂന്നാമത്തെ അക്ഷരം ഷ്യ, അവസാനത്തെ അക്ഷരം എൻ. ഭൂമി ഗുരുവായൂരപ്പന്റെ ഭാര്യയാണ്. രണ്ട് ഗുരുവായൂരപ്പന്റെ ഭാര്യ തട്ടിക്കൊണ്ടുപോയി കഥ കേട്ടില്ലേ ഞങ്ങൾ? സീത ഗുരുവായൂരപ്പന്റെ ഭാര്യയല്ലേ? ശ്രീരാമന്റെ ഭാര്യയല്ലേ? ശ്രീരാമൻ തന്നെ ഗുരുവായൂരപ്പൻ. ശ്രീരാമന്റെ ഭാര്യയെ ഭാര്യയായിട്ട് കൊണ്ടുപോയി രാവണൻ തട്ടിക്കൊണ്ടുപോയി. രാവണൻ കംപ്ലീറ്റ് നശിച്ചില്ലേ? രാവണൻ കംപ്ലീറ്റ് നശിച്ചുപോയി. ഇത് ഗുരുവായൂരപ്പന്റെ ഭാര്യയാണ്. ആര്? അതുകൊണ്ട് സാക്ഷാൽ ഭഗവാന്റെ മഹാവിഷ്ണുവിന്റെ പത്നിയാണ് ഭൂമിദേവി. ആ ഭൂമിദേവിയെ വല്ലാണ്ട് ഉപദ്രവിക്കാൻ പുറപ്പെട്ടാൽ ഭഗവാൻ ആരാണോ ഉപദ്രവിക്കുന്നത് അവരുടെ അനിഹിലേഷനാണ് നടത്തുന്നത്. ഈ വാക്കിന്റെ കേട്ടിട്ടുള്ള വാക്ക് ഭാഷയുടെ വിഷയം പോയി നോക്കൂ. അനിഹിലേഷൻ. അനിഹിലേഷൻ പറഞ്ഞാൽ തീർത്തുകളയുക. ഭഗവാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട. പോയിട്ട് ഒന്ന് രണ്ടോ എല്ലാം കഴിഞ്ഞപ്പോഴല്ലേ സംഗതിയൊക്കെ മനസ്സിലായത് അല്ലേ? പ്രളയം കണ്ട് കുറച്ച് അനുഭവിച്ചപ്പോഴല്ലേ മനസ്സിലായത് വീട്ടിന്റെ ഉള്ളില് രണ്ട് വീട്ടിൽ ചടിയും വെള്ളമൊക്കെ കയറിയാൽ എന്താ ദുരിതം ഉണ്ടാകുന്നത് അന്നപ്പോഴല്ലേ മനസ്സിലായിരുന്നു. അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. പക്ഷെ എല്ലാ കാര്യങ്ങളും അനുഭവിച്ചറിയാൻ കാത്തിരിക്കരുത്. എല്ലാ കാര്യങ്ങളും അനുഭവിച്ചിട്ടേ ഞാൻ പഠിക്കുള്ളൂ എന്ന് വിചാരിച്ചാൽ ഇറ്റ് ഈസ് ടു ഡേഞ്ചറസ്. മാരകമായിരിക്കും. അതുകൊണ്ട് അതൊന്നും നിൽക്കണ്ട. ഭാഗവതം എന്ന് പറയുന്നുവോ അത് ലോകത്തെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള കാര്യങ്ങളാണ്. അപ്പൊ മനസ്സ് നന്നാകാനുള്ള കുറേ വഴി ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ആര് പറഞ്ഞത്? അഖിലവാസിലെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തതാ. മതി, അത്രയൊക്കെ മതി. കുറേണ്ടതിനകത്ത് ശ്ലോകം. ഞാനാകെ 2-3 ശ്ലോകം വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ 2024 ജീവിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഒരർത്ഥം പറഞ്ഞുണ്ട്. ബാക്കി നമുക്ക് പിന്നെ ചിന്തിക്കാം. നമുക്ക് ഇങ്ങോട്ട് വായിക്കാതെ ദേവഹൂതിക്ക് ഭഗവാന്റെ ഉപദേശം വളരെ ഇഷ്ടപ്പെട്ടു. ദേവഹൂതി യോഗമാർഗത്തെ അവലംബിച്ച് എന്റെ ജീവിതം ധന്യമാക്കി തീർത്തു. നമ്മളോ? എന്റെ ജീവിതം നന്നാക്കുക ഞാനാണ് അല്ലേ? നിങ്ങളുടെ ജീവിതം നന്നാക്കുക നിങ്ങളാണ്. ആരും വരില്ല കേട്ടോ, സഹായിക്കാൻ ഒറ്റ കുട്ടിയും വരില്ല. ആത്മാന ബുദ്ധരേ ആണ് ഗീതയൊക്കെ പറയും. നമ്മൾ തന്നെ നല്ല വഴിക്ക് കൊണ്ടുപോകണം. നമുക്കൊരു ജീവിതം തന്നു, നമ്മുടെ ജീവിതത്തെ നമുക്ക് തന്നെ എങ്ങനെ വേണമെങ്കിൽ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് ആവിധത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ ഭഗവാന്റെ പാദങ്ങളെ സമർപ്പിക്കട്ടെ. നമുക്ക് ഇത്തിരി കൂടി വായിക്കാനുണ്ട്. അത് വായിച്ചിട്ട് ബാക്കി കഥകളൊക്കെ പറയാം. ഏകദേശം നമുക്കൊരു 12 മണിയാണ് വായിക്കാം. ഇനി ധ്രുവചരിതമാണ് വായിക്കാം. കുട്ടികളെ എങ്ങനെ ജീവിക്കണം എന്നാണ് ധ്രുവചരിതം പറയുന്നത്. ഇവിടെ കുറേ കുട്ടികളുണ്ട്. ഞാൻ പറഞ്ഞ ഒരുപാട് കുട്ടികളെ ഇത് കേൾക്കാൻ നോക്കുക. കുട്ടികൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. കേട്ടോ, അത് വായിച്ചിട്ട് ഞാൻ മനസ്സിലൊക്കെ പറഞ്ഞുതരാം. പിന്നെ ഒരു കാര്യം ഞാൻ പലതവണ പറഞ്ഞതാണ്. നിങ്ങൾക്ക് നിറവറ വയ്ക്കാം, നാണയപ്പറ വയ്ക്കാം, നെയ്വിളക്ക് വയ്ക്കാം. ഇപ്പോഴാണ് അതിനുള്ള അവസരം. അപ്പോൾ പാരായണം തുടങ്ങി ആർക്ക് വേണമെങ്കിൽ മുന്നിലേക്ക് വരാം. സമർപ്പണങ്ങളൊക്കെ ചെയ്യുക. ഇഷ്ടംപോലെ അവിടെ ഒരു കൊല അതിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അവിടെ ഒരു പാത്രം വെച്ചാൽ എന്തിനാ? നിങ്ങൾ എന്ത് വേണമെങ്കിൽ ആ പാത്രത്തിൽ സമർപ്പിക്കാം. അപ്പോൾ ആ കൗണ്ടറിൽ പോയ ഒരുപാട് സാധനങ്ങൾ കിട്ടും. അതൊക്കെ എടുത്തിട്ട് നിങ്ങൾക്കിവിടെ ഭഗവാൻ മുന്നിൽ സമർപ്പിക്കുന്നത് ഈ പാരായണ സമയത്താണ്. ഇപ്പൊ അതിനുള്ള അവസരമാണ്. പ്രഭാഷണം തുടങ്ങിയ പിന്നെ എന്തിനു മെനക്കെടരുത്? സമർപ്പണത്തിന് നിൽക്കാൻ ഇപ്പോഴാണ് സമയം. ചെയ്തോ, ദൈവത്തെ എത്തിക്കാം. എല്ലാം നിങ്ങൾക്ക് മുന്നിൽ വന്ന് ചെയ്യാം.
ഓം ഭഗവതേ വാസുദേവ